രോമാ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു ധനതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ഉത്തരഭാരതത്തിൽ ഇൻഡോറിൽ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഉജ്ജയിനിൽ പാർത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ജീവിതാനുഭവമാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെനി ചാക്കോ തന്റെ ജീവിതാനുഭവം പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുവാൻ നിങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ റെനി ചാക്കോ അവരുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും അരോമ TVക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ നല്ല സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പാസ്റ്റർ ദാനിയൽ ജോൺ അവർക്ക് വളരെ നന്ദി. ഇപ്രകാരം ഒരു ചാനൽ, TV ചാനൽ പബ്ലിക്കിന് വേണ്ടി താങ്കൾ പ്രവർത്തിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഈ TVയിലുള്ള അനേക സാക്ഷ്യങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്. കുറച്ചു നാൾ മുമ്പ് വരെയും ധാരാളം കേട്ടിട്ടുണ്ട് ഞാൻ. അത് എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു ഫോർ ദ അരോമ മിനിസ്ട്രി, അരോമ TV മിനിസ്ട്രി. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് റെന്നി ചാക്കോ എന്നാണ്. ഞാൻ ഒരു നാമധേയ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു. അരുണാചൽ പ്രദേശിലായിരുന്നു എൻ്റെ ജനനം. എൻ്റെ പിതാവ് MK ചാക്കോ, അദ്ദേഹം അരുണാചൽ ജോലിയായിരുന്നു. മാതാവിൻ്റെ പേര് തങ്കമ്മ എന്നാണ്. ഞങ്ങൾ 4 മക്കളാണ്. ഞാൻ മൂത്ത മകൻ. എനിക്ക് ശേഷം 2 സഹോദരന്മാരും ഏറ്റവും ഇളയ ഒരു സഹോദരിയുമുണ്ട്. ഞങ്ങള് അരുണാചൽ, ഞാൻ അവിടെ ജനിച്ചത് എൻ്റെ പിതാവിൻ്റെ ജോലി നിമിത്തം അവിടെ ആയതുകൊണ്ടായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ 1950s അദ്ദേഹം SSLC പാസ്സായി. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അത് പഠിച്ച് പാസ്സായി. അതിനുശേഷം KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് 1.5 വർഷത്തോളം വെയിറ്റ് ചെയ്ത് ജോലി കിട്ടാതെ ഇപ്പം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയം ഇന്റർവ്യൂവിന് വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫസ്റ്റ് കസിൻ അരുണാചൽ ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങോട്ട് വിളിച്ചു. ജോബ് ഓഫർ ലഭിച്ചതിന് ശേഷം അവിടേക്ക് പോയി. അങ്ങനെ അരുണാചലിലെ അലോങ് എന്ന സ്ഥലത്ത് ഒരു ജില്ലാ ഹെഡ്ക്വാർട്ടർ, അവിടെ അദ്ദേഹം വന്നു. പിന്നീട് അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തത് മണിഗോങ് എന്ന പറയുന്ന സ്ഥലമാണ്. 14 ദിവസം നടന്നു പോകും, ചൈന ബോർഡർ. അവിടെ അദ്ദേഹം 3 വർഷം ജോലി ചെയ്തു. പിന്നെ വിവാഹശേഷം മെച്ചുക്കായിൽ, അതുപോലെ ഒരു ബോർഡർ ഏരിയയാണ്, അവിടെ ജോലി ചെയ്തു. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിമിത്തം പിതാവ് മരിച്ചുപോയി. അങ്ങനെ എൻ്റെ പിതാവിന് അവിടെ ജോലി ചെയ്യേണ്ടതായി വന്നു, മൂത്ത മകൻ എന്ന നിലയ്ക്ക്. പിന്നീട് എൻ്റെ മാതാവുമായി അവിടെ പോയി താമസിക്കുന്ന സമയങ്ങളിൽ ആണ് അതായത് KSEB പിന്നീട് ജോലി ലഭിച്ചു. പക്ഷേ ശമ്പളം നോക്കിയപ്പോൾ അവിടെ കിട്ടുന്ന ശമ്പളത്തിന് ഇവിടത്തേക്കാളും 3 ഇരട്ടിയോളം ശമ്പളം അവിടെയാണ്. അപ്പം വീട്ടിൽ പണമൊക്കെ വേണമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് ജോലി KSEBയിലേക്ക് 3 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെയും വിളിച്ചിട്ടും പോയില്ല. എനിവേ, അപ്പോഴേക്കും അരുണാചൽ ഇഷ്ടപ്പെട്ടു. അത് കാട്ടു പ്രദേശമാണ് ആയിരുന്നു അന്നൊക്കെ. ഇപ്പോഴുള്ളതിനേക്കാളും വളരെ വ്യത്യാസമാണ്. റോഡുകളില്ല, ചെറിയ ഡക്കോട്ട പ്ലെയിൻസ്, കരിബോ ഡക്കോട്ട പ്ലെയിൻസിലേക്കാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. ഡിബ്രുഗഡിൽ നിന്നും ബൈ ഫ്ലൈറ്റ്, അല്ലെങ്കിൽ നടന്നു പോകണം. ചില ഭാഗത്തൊക്കെ ഉള്ളു റോഡ്. എൻ്റെ മാതാവുമായിട്ട് ചൈന ബോർഡറിൽ മെച്ചുക്കായി താമസിച്ചിട്ടുണ്ട്. ആ സമയത്താണ് എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിച്ചത്. പിന്നീട് ഇൻഡോ ചൈന വാർ വരുന്ന വാർത്ത അറിഞ്ഞ് 1962 യുദ്ധം. ആ സമയങ്ങളിൽ ഇങ്ങോട്ട് അത് നേരത്തെ അറിവ് കിട്ടിയത് കൊണ്ട്
ഹെഡ് ക്വാർട്ടറിലേക്ക് പോന്നു. അവിടെ വെച്ചാണ് ഞാൻ ജനിക്കുന്നത്, അലോങ്ങിൽ വെച്ച്, ഇപ്പോഴത്തെ അലോ. അങ്ങനെ അവിടെ ചെറുപ്പകാലം അവിടെയായിരുന്നു. എന്റെ ചെറുപ്പകാലം വളരെ വളരെ നല്ലതായിരുന്നു. എനിക്ക് ഇളയ രണ്ട് സഹോദരന്മാരും സഹോദരിയും, നല്ലൊരു കുടുംബം. പക്ഷേ വിദ്യാഭ്യാസം അവിടെ അന്ന് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് മീഡിയം, അഡ്മിഷൻ കിട്ടിയില്ല. ബാക്കിയെല്ലാം അസമീസ് മീഡിയം ആയിരുന്നു. പിന്നെ കുറച്ച് നാളത്തേക്ക് നാട്ടിലേക്ക് എന്റെ അനിയനെ നാട്ടിലാക്കി. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ കുറച്ച് നാൾ അമ്മ വീട്ടിൽ താമസം, അല്ല കപ്പലിക്കലായിരുന്നു. പിന്നീട് ലക്ഷദ്വീപിലേക്ക് എന്റെ പിതാവിന് ട്രാൻസ്ഫർ ലഭിച്ചു. ലക്ഷദ്വീപിൽ ജോലി ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് മൂവ് ചെയ്തു കുടുംബമായിട്ട്, ഞങ്ങളും മാതാപിതാക്കളോടൊപ്പം. എന്റെ ഏറ്റവും നല്ല ബാല്യകാല സ്മരണകൾ ഉള്ള സ്ഥലമാണ് ലക്ഷദ്വീപിൽ കവരത്തിയിൽ. എന്റെ പിതാവ് അവിടെ സെക്രട്ടറിക്ക് ജോലിയായിരുന്നു. പിന്നീട് തിരിച്ച് അരുണാചലിലേക്ക് വന്നു. അലോങ്ങിൽ അപ്പോഴേക്കും അലോങ് കാർപോക്സ് ഡെവലപ്ഡായി. ആ സമയങ്ങളിൽ ഞങ്ങൾ അവിടെ താമസിച്ച് പഠിക്കാനിടയായി. ഇംഗ്ലീഷ് മീഡിയം CBSE അഫിലിയേറ്റഡ് സ്കൂളായിരുന്നു. നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ ഇതിനു വേണ്ടി സഹായിച്ചു. ബാല്യകാലങ്ങൾ അത് നല്ല കൂട്ടുകാര്, ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി ആയിരുന്നു. കൂട്ടുകാരൊക്കെ എൻ്റെ ബംഗാളികളും ആസാമികളും എല്ലാം ജോലിക്കാരുടെ മക്കള്. അധികം പിന്നെ അവിടുത്തെ ലോക്കലുണ്ട്. നല്ല ഒരു പീസ്ഫുൾ എൻജോയബിൾ ലൈഫ് അന്ന് ദൈവം ഞങ്ങൾക്ക് സഹായിച്ചു. പല സ്ഥലങ്ങളിൽ പോകുവാനൊത്തു. ചെറുപ്പത്തിൽ തന്നെ വിമാനത്തിലും കപ്പലില്ല. ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പം ഒരു ദിവസത്തെ യാത്ര, ചിലപ്പോൾ 3 ദിവസത്തെ യാത്രയൊക്കെയാണ്. മിനിക്കോയ് വഴി കറങ്ങി പോകുമ്പോൾ കവരത്തിയിലേക്ക് പോകുന്നു. കൊച്ചിയിൽ നിന്ന് മിനിക്കോയ് പോകുന്നു 3 ദിവസമൊക്കെ. അപ്പോൾ ഇറ്റ് വാസ് എൻജോയബിൾ. അത് വെക്കേഷൻ സമയത്ത് കൂട്ടുകാർ കാണും. നല്ല ഒരു ബാല്യകാലം ദൈവം എനിക്ക് തന്നു. പക്ഷെ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. കത്തോലിക്ക, എന്റെ പിതാവിന്റെ പിതാവ് ആക്ച്വലി ബേസിക്കലി ജാക്കോബൈറ്റ് ആയിരുന്നു. പക്ഷെ എന്റെ പിതാവിന്റെ പിതാവ്, എന്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും അവര് ചെറുപ്പത്തിലെ വിശ്വാസത്തിൽ വന്നു. പക്ഷേ അപ്പച്ചൻ മരിച്ചുപോയി. അമ്മച്ചി ഒറ്റയ്ക്കാണ് മക്കളെ വളർത്തിയത്. അമ്മച്ചി മരിക്കും വരെ വിശ്വാസിയായിരുന്നു. പക്ഷേ എന്റെ പിതാവ് കൂട്ടുകെട്ടും ഒക്കെ കാരണം വിശ്വാസത്തിൽ വന്നില്ല. രക്ഷിക്കപ്പെടുകയോ സ്നാനപ്പെടുകയോ ചെയ്തില്ല. അരുണാചൽ വന്നു കഴിഞ്ഞും കൂട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത ജീവിതം. അദ്ദേഹം മെച്ചുക്കായിൽ നിന്ന് അലോങ്ങിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നപ്പോൾ ഡീപ്രമോഷൻ എടുത്തു. പുള്ളിക്ക് അവധി കിട്ടി. ചൈന യുദ്ധമായിരുന്നു. അപ്പം പുള്ളിക്ക് ആ സമയത്ത് ഇത് കിട്ടിയില്ല, ട്രാൻസ്ഫർ കിട്ടിയില്ല. അപ്പം ഡീപ്രമോട്ട് ചെയ്ത് പുള്ളി ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ അതിന് ശേഷം പിന്നെ അലോങ് ലക്ഷദ്വീപ് പോയതല്ലാതെ പിന്നെ ഇങ്ങോട്ടും പോയിട്ടില്ല. അലോങ്ങിൽ തന്നെയാണ് മക്കളുടെ വിദ്യാഭ്യാസവും മറ്റു സൗകര്യങ്ങളൊക്കെ ഓർത്ത് ജില്ലാ ഹെഡ് ക്വാർട്ടർ തന്നെയായിരുന്നു. ദൈവം സഹായിച്ച് നല്ല വിദ്യാഭ്യാസം. പക്ഷെ ഞാൻ കൂട്ടുകെട്ട് നിമിത്തം ഹൈസ്കൂൾ വന്നപ്പോൾ ചെറിയ ചെറിയ കൂട്ടുകെട്ടുകൾ വന്ന് എൻ്റെ പഠിത്തം ഉഴപ്പി. ഞാൻ 11th സ്റ്റാൻഡേർഡിലായപ്പോൾ ഞാൻ തോറ്റുപോയി. പരീക്ഷ എഴുതി തോറ്റുപോയി. പിന്നെ ഒന്നുകൂടെ എഴുതിയില്ല. എഴുതാൻ പറ്റും, ഞാൻ എഴുതിയില്ല. അങ്ങനെ 2 വർഷം എനിക്ക് നഷ്ടപ്പെട്ടു. 1980 അത് കാരണം ഞാൻ കേരളത്തിലേക്ക് PDCക്ക് പഠിക്കാനായിട്ട് പോകുന്നു. കാരണം എൻ്റെ അനിയന്മാർ എന്നെക്കാൾ ജസ്റ്റ് 1.5 വയസ്സ് വ്യത്യാസമാ നേരെ അടുത്ത ഇളയനിയൻ. പിന്നെ അവന്റെ ഇളയാള് 1.5 വയസ്സ്. ഞങ്ങൾ തമ്മിൽ വളരെ പ്രായ വ്യത്യാസം കുറവാണ്. പെങ്ങൾ എന്നെക്കാൾ 8 വയസ്സിന് ഇളയതാണ്. അപ്പൊ ഞങ്ങൾക്ക് ശേഷം ഏകദേശം എൻ്റെ 3ാമത്തെ അനിയന് ശേഷം 4.5 വയസ്സിന്റെ ഗ്യാപ്പിലാണ് പെങ്ങളുണ്ടായത്. പെങ്ങളുമായിട്ട് ഞങ്ങൾക്ക് അത്ര വലിയ അടുപ്പമില്ല. ഉണ്ട്, സ്നേഹം ഇപ്പോഴും ഉണ്ട്, അതല്ല. പക്ഷെ ഞങ്ങൾ 3 ആൺപിള്ളേരും വളരെ ക്ലോസ് ആയിരുന്നു. എപ്പോഴും കളിക്കുകയും എപ്പോഴും വഴക്കും പിടിക്കും. അപ്പോൾ അങ്ങനത്തെ ആയിരുന്നു. പക്ഷെ അവരൊപ്പം എത്തിയപ്പോഴേക്കും എനിക്ക് നാണമൊക്കെ ആയി. അങ്ങനെ ഞാൻ ഇനി അവരുടെ 11th ഒന്നിച്ച് പഠിക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നു. പക്ഷെ അത് എൻ്റെ മാതാപിതാക്കളുടെ ഒരു ആശ്വാസമായി തോന്നി. കാരണം എൻ്റെ കൂട്ടുകെട്ടുകാർ, എൻ്റെ പിതാവ് എന്നെക്കുറിച്ച് മാതാവിന് ഒത്തിരി ദുഃഖമുണ്ടായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നു. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ, പക്ഷെ ഫാദർ വളരെ സ്ട്രിക്റ്റ്, എൻ്റെ പിതാവ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അദ്ദേഹം 4 മണിയാകുമ്പോൾ സന്ധ്യയാകും, ഞങ്ങളെല്ലാവരും പഠിക്കാനിരുന്നോണം. എല്ലാവർക്കും ടേബിളുണ്ട്, അവിടെ ഇരുന്ന് പഠിച്ചോളണം. 4 മണിക്ക് അരുണാചലിൽ നേരം വെളുക്കുമ്പോൾ 4 മണിക്ക് നേരം വെളുക്കും. പക്ഷേ വൈകിട്ട് 4 മണിയൊക്കെ ആകുമ്പോഴേക്കും സന്ധ്യയാകും. അദ്ദേഹത്തിന് കളിയെല്ലാം കഴിഞ്ഞ് വന്നിരുന്ന് പഠിച്ചോണം. ഞാൻ പോയിരിക്കും. പക്ഷേ ബുക്കിനകത്ത് നോവലായിരിക്കും. നോവല് വായിക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. പഠിക്കത്തില്ല. കൂട്ടുകാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത ജീവിതമായിരുന്നു.
എൻ്റെ പിതാവിന് എന്നെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, മൂത്തത് പിഴയാണെങ്കിൽ മൂന്നും പിഴയാ. വീട്ടില് ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ആണ്. അവിടെ പശുവുണ്ട്, കോഴിയുണ്ട്, അതൊക്കെ വളർത്തുന്നുണ്ട്. വേലക്കാരികൾ നോക്കാനുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ അനിയന്മാർ നോക്കുമായിരുന്നു. ഞാൻ അത്ര നോക്കത്തില്ല. പക്ഷേ ബുധനി എന്നും കാലി എന്നൊക്കെ പറഞ്ഞ് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും പേര് ഓർമ്മയുണ്ട്. കുറച്ച് നാള്. അപ്പൊ പശുക്കളും പഴയ, കോഴികളും പഴയ. അപ്പൊ എല്ലാവരും ചിരിച്ചു. ഞാനും ചിരിച്ചു. പക്ഷെ എന്റെ മനസ്സിനത് ഒത്തിരി എന്നെ വളരെ കുത്തുന്ന പോലെ തോന്നി. ഇറ്റ് വാസ് പ്രിക്കിംഗ് മൈ ഹാർട്ട്. ഞാനിങ്ങനെ ആയിപ്പോയല്ലോ. പക്ഷേ ഞാൻ പലപ്പോഴും ഓർക്കും ഞാൻ നന്നാകാൻ ശ്രമിക്കും. ഞാൻ അല്പം ബീഡിയൊക്കെ വലിക്കും, സിഗരറ്റ് വലിക്കും, കള്ള് കുടിക്കും. എൻ്റെ പിതാവ് കുടിക്കുമായിരുന്നു. ആ കുപ്പിയുടെ അകത്ത് നിന്ന് റമ്മും വിസ്കിയൊക്കെ എടുത്ത് ഞാൻ കുടിക്കും. വെള്ളം ഒഴിച്ച് വെക്കും. പുള്ളി അറിയത്തില്ല. കട്ടിലിന് ജീവിച്ചിരിക്കുക. അപ്പൊ അങ്ങനെ ചെറുപ്പത്തിൽ തുടങ്ങി. പിന്നീട് കൂട്ടുകാർ കൂടി ചിലപ്പോഴൊക്കെ അവിടുത്തെ അപ്പം, ലോക്കൽ കള്ളുണ്ട്, നാടൻ കള്ള അപ്പം എന്ന് പറയും, അത് കുടിക്കും കൂട്ടുകാരൊക്കെ. പക്ഷെ അവരൊക്കെ പഠിക്കുകയും നല്ല നല്ല നിലയിലായി എൻ്റെ കൂട്ടുകാരൊക്കെ. പക്ഷെ ഞാൻ ഒഴിപ്പിപ്പോയി. അങ്ങനെ വളരെ നിരാശപ്പെട്ടൊക്കെ ഇരിക്കുന്നു. എൻ്റെ മാതാവാണ് ഒരു ദിവസം ഞാനിങ്ങനെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ ചുമന്ന മുളക് അതങ്ങാണ്ട് കത്തിച്ചിട്ട് ഇങ്ങനെ എൻ്റെ ചുറ്റും ഇങ്ങനെ വന്ന് ചെയ്തു. എന്തോ ഒരു മന്ത്രം ചൊല്ലുന്നു. കത്തോലിക്ക എൻ്റെ മമ്മി. അപ്പം പുള്ളിക്കാരിക്ക് ആരോ പറഞ്ഞു കഴിഞ്ഞാൽ കൂടോത്രം ചെയ്തതാണ് എന്നെ. ഞാൻ ചിരിച്ചു. പക്ഷേ എനിക്ക് ഞാൻ ആഗ്രഹിക്കും എല്ലാ ഒന്നാം തീയതിയും, മാസത്തിന് 1-ാം തീയതി ഞാൻ സിഗരറ്റ് നീ വലിക്കത്തില്ല, കുടിക്കത്തില്ല. കള്ളുകുടി വലിയ ശീലമായിട്ടില്ലെങ്കിലും ഞാനതൊക്കെ ചിന്തിക്കും. പക്ഷേ 1-ാം തീയതി കുടിക്കത്തില്ല, വലിക്കത്തില്ല. 2-ാം തീയതി നല്ല കുട്ടി, 3-ാം തീയതി പിന്നെയും ചെയ്യും. അയ്യോ പോയി. പിന്നെ അടുത്ത 1-ാം തീയതി, അല്ലെങ്കിൽ 1-ാം തീയതി 15-ാം തീയതി, ഇങ്ങനെ പല 1-ാം തീയതി 15-ാം തീയതി പോയി. പക്ഷെ എനിക്കൊരിക്കലും നന്നാകാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കേരളത്തിലേക്ക് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ നാട്ടിലേക്ക് പോന്നു. കേരളത്തില് 1980 ഞാൻ നാട്ടിൽ വന്നു. അങ്ങനെ നാട്ടിൽ വന്നത് ജൂണിലാണ്, മഴക്കാലമാണ്. ആ സമയത്താണ് വന്നത്. അപ്പോൾ കോളേജ് അഡ്മിഷൻസ് എല്ലാം കഴിഞ്ഞു. ഞാനിങ്ങനെ വാശി പിടിച്ചാൽ ഇനിയും പഠിക്കുന്നില്ല എൻ്റെ അനിയന്മാരുടെ കൂടെ. അങ്ങനെ വന്നപ്പോഴാണ് അപ്പോൾ ശരി എന്നാൽ പോട്ടെന്ന് വെച്ചത്. നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നാട്ടിൽ എൻ്റെ വല്യമ്മച്ചി ഉണ്ടായിരുന്നു. അടുത്ത് തന്നെ വല്യമ്മച്ചിയുടെ കൂടെ എൻ്റെ ഒരു മാവിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കോളേജുകളൊക്കെ അന്വേഷിച്ചു. അന്ന് പാരൽ കോളേജുണ്ട്, പക്ഷെ അവിടെ കിട്ടും. എനിക്ക് സയൻസ് ആണ് വേണ്ടിയത്. സയൻസ് എടുത്ത് പഠിക്കാൻ താല്പര്യം. പക്ഷേ അഡ്മിഷൻ കിട്ടുന്നില്ല. ഞാൻ നേരത്തെ 11th പഠിച്ചത് സയൻസ് ആയിരുന്നു. അവസാനം കോളേജിലെ എല്ലാ അഡ്മിഷൻ കഴിഞ്ഞു. പിന്നെ എൻ്റെ ചില റിലേറ്റീവ്സ് മുഖേന എനിക്ക് തുരുത്തിക്കാട്ട് BAM കോളേജില് അവിടുത്തെ ബിഷപ്പാണ് എൻ്റെ ട്രസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കെയർ ഓഫില് അഡ്മിഷൻ കിട്ടും. പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയിൽ പോയി അതിൻ്റെ എനിക്ക് ആപ്ലിക്കേഷൻ ഇഷ്യൂ ചെയ്യാനുള്ള അനുവാദം കോളേജിന് വാങ്ങിച്ചു കൊടുക്കണം. സോ ഐ ഹാവ് ടു ഗോ ടു കേരള യൂണിവേഴ്സിറ്റി ട്രിവാൻഡ്രം. അവിടെ എൻ്റെ ചില റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, അവർ വീട് താമസിച്ചതുകൊണ്ട് അങ്ങനെ ഞാൻ അതൊപ്പിച്ചു. ഞാൻ താമസിച്ച വീട്ടിലെ അവർ പണക്കാരാണ്, അവരുടെ സ്വന്തം ഫാക്ടറിക്ക് ഉള്ളത്, മേനാതോടത്തിൽ ഫാമിലി. അവർക്ക് സിൻഡിക്കേറ്റ് മെമ്പറുമായിട്ടൊക്കെ പരിചയമുണ്ട്. അങ്ങനെ അതൊപ്പിച്ച് ഞാൻ അങ്ങനെ എനിക്ക് അഡ്മിഷൻ കിട്ടി. അതൊരു സ്പെഷ്യൽ കേസായിട്ട് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ BAM കോളേജിൽ തുരുത്തിക്കാട്ടിൽ ഞാൻ ആലപ്പുഴയ്ക്കടുത്ത് അവിടെ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് ബയോളജി എടുത്ത് എനിക്ക് ആഗ്രഹം പാരാമെഡിക്കൽ കോഴ്സിന് പോകണമായിരുന്നു. ഞാൻ പഠിച്ചു. അവിടെ NCCയിൽ ചേരുകയും ആ നാളില് അതിനിടയ്ക്ക് അങ്ങനെ ഞാൻ ഈ അഡ്മിഷൻ വേണ്ടി നടക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം എൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ കോളേജിൽ പോവുക, അതെന്തോ പറഞ്ഞിട്ട്. ആ സമയത്ത് തിരിച്ചു പോകുന്ന വഴിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കാണാതെ പോയി. ഒരു പേപ്പറാണ് അത്, CBSEയുടെ മാർക്ക് ഷീറ്റ്, അന്നത്തെ ഒറ്റ പേപ്പർ. അത് സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും രണ്ടും ഒന്ന്. അത് കാണാതെ പോയി. തിരിച്ചു വിട്ട് അതൊരു സാധനമില്ല. ഞാൻ ഒത്തിരി വിഷമിച്ചു. അന്ന് എനിക്ക് റിലേറ്റീവ്സ് എന്ന് പറയാൻ എന്നെ സഹായിക്കാൻ ആരുമില്ല. എൻ്റെ ഫാദറിന്റെ പെങ്ങള് കബീർ, അദ്ദേഹം ഒരു പാസ്റ്ററാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഒത്തിരി വിഷമിച്ച് കരയുകയൊക്കെ ചെയ്ത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ തിരിച്ചു പോയി വൈകിട്ടെല്ലാം തപ്പി, ടോർച്ചുമായിട്ടൊക്കെ ഞാൻ പോയി തപ്പി. രാത്രി 8 മണി വരെ ഞാൻ തപ്പി, കിട്ടിയില്ല.
എനിക്ക് ആരോട് പറയും? പറഞ്ഞാൽ വിശേഷമില്ല. ഞങ്ങളുടെ വീടുകളിലൊക്കെ ചെറുപ്പക്കാരാരുമില്ല. എല്ലാം പുറത്താ ജോലിക്ക്. വടക്കേ ഇന്ത്യയിലോ വിദേശത്തോ ഒക്കെയാ. ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. എൻ്റെ പ്രായത്തിൽ എന്നെ സഹായിക്കുവാൻ ആ സമയത്ത് അല്ലെങ്കിൽ അപ്പച്ചന്മാരും അമ്മച്ചിമാരും എന്ത് ചെയ്യാനാണ്? ഞാൻ വിഷമിച്ചിരിക്കുന്നു. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ ഇത് തരികയാണ് ഞാൻ എൻ്റെ വേല. അന്ന് ആ സമയങ്ങളിലൊക്കെ സ്വല്പ ദൈവഭയം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു. ആ ദൈവഭയം ഉണ്ടാകുവാനും ദൈവത്തോട് അടുക്കുവാനൊക്കെ ഒരു ചെറിയ കാരണമുണ്ടായിരുന്നു. ഞാൻ 1979 ഡിസംബർ ക്രിസ്മസിന്റെ ഒക്കെ സമയത്ത്, ന്യൂ ഇയർ സമയത്ത് ഒരു വിന്റർ ഹോളിഡേ ഉണ്ട്. 11th പഠിക്കുകയാണ്. ഈ നാട്ടിൽ വരുന്ന മുമ്പത്തെ കാര്യമാണ്. ഞാൻ നാട്ടിൽ ഒരു മാസത്തോളം ഞാൻ ഒറ്റയ്ക്ക് വന്നു. ഞാൻ പറഞ്ഞു നാട്ടിൽ പോകണം, കുറച്ച് നാളായി പോയിട്ട്. അപ്പൊ എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടു. വെക്കേഷൻ അല്ലേ. സാധാരണ ആ സമയത്ത് ആളുകൾ വളരെ ഇരുന്ന് പഠിക്കും, വെക്കേഷനിൽ പഠിക്കും. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ഇരുന്ന് പഠിക്കും. ഞാൻ പക്ഷേ അപ്പൊ എന്റെ വീട്ടിൽ മമ്മിയൊക്കെ ഓർത്തു, ഇവൻ പോകുന്നതല്ല, ഇവിടെ നിന്ന് ചുമക്ക പഠിക്കത്തുമില്ല, കറങ്ങി നടക്കത്തേ ഉള്ളൂ. ഞാന് പോയി. ആ സമയത്ത് എന്റെ അനിയന്മാരന്ന് 10th പഠിക്കുക. അപ്പൊ അവര് കാര്യമായിട്ട് പഠിക്കുന്നു. ഞാനങ്ങ് നാട്ടിൽ പോയി. അപ്പൊ ഒരു റിലേറ്റീവ് പോകുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാൻ നാട്ടിലേക്ക് പോയി. ഞാൻ നാട്ടിൽ പോയി. ആ സമയത്ത് തിരിച്ച് മടങ്ങി പോകുന്നതിന് തലേ ദിവസം ഉച്ചയ്ക്ക് ലഞ്ചിന് എൻ്റെ വല്യപ്പച്ചൻ്റെ അനിയന്റെ ഭാര്യ അമ്മച്ചി, ഞങ്ങൾ എലിക്കുട്ടി അമ്മച്ചി വിളിക്കുന്നത്, അമ്മച്ചി എന്നെ ലഞ്ചിന് വിളിച്ചു. ഇറങ്ങി നീ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കണം. ഞാൻ ആഹാരം കഴിച്ചു. എന്നിട്ട് എന്നെ ഇരുത്തി അന്ന് സുവിശേഷം പറഞ്ഞു. ആദ്യമായിട്ട് സുവിശേഷം കേൾക്കുന്നത് ഞാൻ അന്നാണ്. എൻ്റെ പല റിലേറ്റീവ്സും പെന്തക്കോസ്തുകാരുണ്ട്. ഞാൻ പാട്ടൊക്കെ പാടുന്നത് കേട്ടിട്ടുണ്ട്, കളിയാക്കി പാടുകയും ചെയ്യും. പക്ഷെ ആദ്യമായിട്ട് സുവിശേഷം കേൾക്കുന്നത് അന്നായിരുന്നു. അന്ന് ഞാൻ എന്നോട് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. പ്രാർത്ഥന ചൊല്ലി തന്നു, സിന്നേഴ്സ് പ്രെയർ ഏറ്റു പറഞ്ഞ്. ഞാൻ അമ്മച്ചി പറഞ്ഞു, ഞാൻ ഏറ്റു പറഞ്ഞു, ചൊല്ലി. പക്ഷേ സംതിങ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. ഞാൻ ചില പാഠ്യപുസ്തകമൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് 2-3 മാസത്തേക്ക് ഞാൻ ഇന്നും പാട്ടൊക്കെ പാടും. മലയാളം പാട്ട് കുറച്ച് അറിയാതെ പാഠ്യപുസ്തകം നോക്കിയൊക്കെ പാടാനും ബൈബിൾ വായിക്കാനൊക്കെ തുടങ്ങി. അപ്പം എൻ്റെ ഫാദർ മമ്മിയൊക്കെ മദർ പറഞ്ഞു, നീ എന്താ പറ്റിയില്ല? ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. അപ്പം പുറത്തേക്ക് നന്നാകാനുള്ള ലക്ഷണമായിരിക്കും. നീ പെന്തിക്കോസ് ആണ്. മമ്മിക്ക് പെന്തിക്കോസ് ഇഷ്ടമല്ല, പക്ഷെ പെന്തിക്കോസ് ആണ് പെന്തിക്കോസ്, നന്നായാൽ മതിയായിരുന്നു. അവർക്ക് തലവേദനയായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, മൂത്തത് പഴയാണ്, മൂന്നും പഴയെന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ചിരിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ഓർത്തു, അതിൻ്റെ ഒരു കോൺവേഴ്സുമാണ്. മൂത്തത് നല്ലതാണെങ്കിൽ മൂന്നും നല്ലതായിരിക്കും. വീട്ടിലെ പശുവും കോഴിയും എല്ലാം നന്നാകും. പക്ഷെ നന്നാകണ്ടേ? ഒക്കുന്നുമില്ല. പക്ഷെ അതൊക്കെ അങ്ങ് പിന്നെ പോയി. ഈ ആത്മീയമൊക്കെ പിന്നെ അങ്ങ് പോയി. കാരണം കൂട്ടായ്മ ഒന്നുമില്ല അവിടെ. അന്ന് അവിടെ ആകെയുള്ള ഒരു ചർച്ചുണ്ട്, നാഗാലാൻഡുകാരാ കൂടുന്നത്, വേറെ ആരും പോകാറില്ല. ആ ചർച്ചും ഞാൻ അവിടെ ഉള്ള സമയത്ത് തന്നെ, ആ ദിവസങ്ങൾ തന്നെ 80s മുമ്പാണ് തോന്നുന്നു, അത് കത്തിച്ചും കളഞ്ഞത്. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജനതാ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത്, നമ്മുടെ മൊറാർജി ദേശായി അദ്ദേഹം ഭരിക്കുന്ന സമയം, അത് കഴിഞ്ഞ് വേറെ ആരും വന്നു. ആ സമയത്ത് ഇവര് ആന്റൈ ക്രിസ്ത്യൻ ഫീലിങ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ അവിടുത്തെ ലോക്കൽ ആളുകളെ ഇവര് കൈക്കലാക്കി അങ്ങനെ ആ പള്ളി കത്തിച്ചു കളയും. അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് ഈ സംഭവം എങ്ങനെയാണെന്നൊക്കെ അത്ര അറിയത്തില്ലായിരുന്നു. നാഗാലാൻഡുകാരും കുറച്ച് ലോക്കൽസൊക്കെയാണ് പോകുന്നത്. ഇന്ന് പക്ഷേ അരുണാചലിൽ ഇഷ്ടംപോലെ സഭകളുണ്ട്. ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ പോയിരുന്നു. എനിവേ, ഞാൻ പറയാൻ കാര്യം, എനിക്ക് വലിയ ആത്മീയ ജീവിതമൊന്നുമില്ല. പിന്നെ തണുത്തുപോയി. ഞാൻ ഈ 1980 തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു കോളേജിൽ പഠിക്കാൻ. ആ സമയത്ത് ചില തീരുമാനങ്ങൾ, എനിക്ക് നന്നായി ജീവിക്കണം. ആ ദിവസങ്ങളിൽ എപ്പോഴോ, ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒരു ദിവസം മഞ്ഞാടി ഷാരോൺ ചർച്ചിൽ ഒരു സുവിശേഷ യോഗം നടക്കുകയാണ്. കോശി വൈദ്യൻ എന്ന ദേവദാസൻ, പുനലൂർ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന അദ്ദേഹം അവിടെ നിന്ന് വന്ന് പ്രസംഗിക്കുകയും ഞാൻ ആ പ്രസംഗത്തിൽ ഞാൻ കൈപൊക്കി സമർപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നെയും പഴയ ജീവിതം പോലെ പോവുകയാണ്, കൂട്ടുകെട്ടൊക്കെ ഉണ്ട്. പക്ഷെ സഭയിൽ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ഇവിടെ അമ്മച്ചി ചർച്ചിൽ പോകുമ്പോൾ അമ്മയ്ക്കോട് ഞാൻ
കറ്റോട്ട് ഷാരോൺ തോട്ടഭാഗത്ത് ഷാരോൺ ബഥേൽ ചർച്ചിലാണ് ഞങ്ങൾ പോകുന്നത്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ബഥേൽ ചർച്ചാണ് പോകുന്നത്. ഞാൻ അവിടെ ബഥേൽ എന്നാണ് അറിയപ്പെടുന്നത്. ആ ചർച്ചിൽ ഞാൻ പോകുമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ 1980 ഏതോ ഒരു മാസം ഞാൻ രക്ഷിക്കപ്പെട്ടത്. അത് ആർക്കത്രയില്ല. എന്നാലും ഞാൻ പിന്നെ പറഞ്ഞു 82 ഞാൻ 81 ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പ് വേണം. അപ്പോൾ അന്ന് മണക്കാലയിൽ പഠിച്ചിട്ട് ജസ്റ്റ് ബൈബിൾ കോളേജിൽ നിന്ന് വന്ന് ഇറങ്ങിയതാണ് പാസ്റ്റർ KA സാമുവൽ. നമുക്ക് PT തോമസ് എന്ന ദേവദാസിന്റെ സഹോദരനാണ്, ഇളയ സഹോദരൻ. അദ്ദേഹം അവിടെ പാസ്റ്ററായി വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ രക്ഷിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹം എന്നെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന മണക്കാലയിലെ പ്രിൻസിപ്പളായിരുന്ന TJ കോശി സാർ വന്ന് എന്നെ സ്ഥാനപ്പെടുത്തി. ഞാൻ മാത്രം മറ്റേ ആളെ ഉള്ളൂ സ്ഥാനപ്പെടുവാൻ. ആ 4 ദിവസങ്ങൾ ഞങ്ങൾ സഭയിൽ ചെറുപ്പക്കാരും കാര്യമായിട്ടില്ല. എൻ്റെ പ്രായത്തിലുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. ഒരാൾ എൻ്റെ സെക്കൻഡ് കസിൻ ഉണ്ടായിരുന്നു, അവന് ഗുജറാത്തിലേക്ക് ജോലിക്ക് പോയി. അങ്ങനെ പക്ഷെ എനിക്ക് ചില ഫ്രണ്ട്സ് ഒക്കെ ആ സമയത്ത് ആയി തുടങ്ങി. സ്ഥാനപ്പെട്ട് കഴിഞ്ഞ് ഭയങ്കര തീഷ്ണതയായിരുന്നു എനിക്ക്. ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കണം, പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ പല വ്യത്യാസങ്ങൾ വന്നു. പിന്നീട് എൻ്റെ പാസ്റ്റർ പറഞ്ഞു, റെന്നി ഇപ്പോൾ സ്ഥാനപ്പെടുത്തരുത്, അവൻ ഗുണം പിടിച്ചിട്ടില്ലെന്ന് എൻ്റെ വല്യമ്മച്ചി അയാളൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അകത്ത് കിടക്കുന്ന പുറത്തറിയത്തില്ലല്ലോ. ഞാൻ പിന്നീട് എൻ്റെ ഉള്ളിലൊരു തീഷ്ണതയുണ്ട്. ഞാൻ സുവിശേഷം അറിഞ്ഞതിന് ശേഷം, രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടതിന് ശേഷം മറ്റുള്ളവരുടെ സുവിശേഷം പറയുവാനും അവരോട് എനിക്കറിയാവുന്ന രീതിയിൽ അവരെ ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ എൻ്റെ അമ്മ വീട്ടിൽ പോകും. വല്യപ്പച്ചൻ ഉണ്ടായിരുന്നു, വല്യമ്മച്ചി ഉണ്ടായിരുന്നു. എൻ്റെ മമ്മിയുടെ മദറിന്റെ ഏറ്റവും ഇളയ അനുജത്തി, പുള്ളിക്കാരി ഒന്ന് BSc കോട്ടയം BCM BSc ഫൈനലിൽ പഠിക്കുന്ന സമയങ്ങളാണ്. അവരോട് ഞാൻ പോയി സുവിശേഷം പറയും. പുള്ളിക്കാരി ഇവിടെ വരും, എന്നെക്കാൾ 1 വയസ്സിന് മൂത്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സിന്റെ കൂട്ടായിരുന്നു. വീട്ടിൽ വരും. പുള്ളിക്കാരിക്കും ബോറടിച്ചിരിക്കും, വീട്ടിൽ ആരുമില്ല. അപ്പൊ ഇവിടെ ഞങ്ങളൊന്ന് ചർച്ചയിൽ പോവുകയും ആത്മീയ കാര്യങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് പുള്ളിക്കാരിയെ അരുണാചലിലേക്ക് കൊണ്ടുപോയത് ഞാനായിരുന്നു. എനിവേ എൻ്റെ കൂടാണ് അരുണാചലിലേക്ക് പോയത്. പിന്നെ ജോലി ചെയ്തു. ഇന്ന് എനിവേ പുള്ളിക്കാരി പൂർണ്ണമായി രക്ഷയിലേക്ക് വന്നില്ല. കല്യാണം യാക്കോബായി കല്യാണം കഴിച്ചാൽ പോയി. എനിവേ ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ടാവുകയായിരുന്നു. ഞാൻ വാഗത്താനത്തിന്റെ അമ്മ വീട്ടില് അടുത്തുള്ള ഒരു IPC ചർച്ചിൽ ഞങ്ങൾ അവിടെ പോവുകയും അവരെ കൊണ്ട് ഞങ്ങളുടെ വീട്ടില് 2-3 പ്രാവശ്യം എൻ്റെ അമ്മ വീട്ടില് ഞാൻ കോട്ടേജ് മീറ്റിംഗ് ഭവനപ്രാർത്ഥന നടത്തുകയും ചെയ്തു. അന്നൊക്കെ സ്ട്രോങ് കാത്തലിക്സ്, ജ്ഞാനായ കത്തോലിക്ക ഇതാണ്. അവർക്ക് ആ സ്ട്രോങ് കാത്തലിക് ഫീലിംഗ് ഉള്ളവരാണ്. മാത്രമല്ല ഈ ജ്ഞാനായ ഫീലിംഗ് ഒത്തിരിയുണ്ട്. അപ്പൊ എൻ്റെ പിതാവിന്റെ വീട്ടിൽ ജ്ഞാനായക്കാരായിരുന്നു. പക്ഷേ അവർ സ്വല്പം കൂടെ ആത്മീക താല്പര്യമുള്ളവരായിരുന്നു. ഞാൻ പിന്നീട് എൻ്റെ മാതാവിന്റെ പിതാവ് അപ്പച്ചൻ മരിച്ചുപോയി. ആ സമയത്തോടെ ഞാൻ പ്രേയർ വിളിക്കുകയൊക്കെ ചെയ്തു. എനിവേ പിന്നീട് ആ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മാച്ചനും ഒക്കെ വിശ്വാസത്തിൽ വരികയൊക്കെ ചെയ്തു. 2 അമ്മാച്ചന്മാർ വിശ്വാസത്തിലാണ് ഇപ്പോൾ. ഫാമിലി ആയിട്ട് ദൈവം ആ കുടുംബത്തിലും പ്രവർത്തിച്ചു. എനിവേ ഞാൻ സുവിശേഷ താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ 82 ഞാൻ PDC പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ BSc അഡ്മിഷൻ എടുത്തു. വേറെ പമ്പ കോളേജ്, എനിക്ക് BSc ഫിസിക്സ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പമ്പ കോളേജ്, പരിമല പമ്പ കോളേജ് ഞാൻ BSc അഡ്മിഷൻ എടുത്തു. BSc പഠിക്കുന്ന സമയങ്ങളിൽ ആ സമയത്ത് എൻ്റെ 3ാമത്തെ അനിയൻ, അവന് പ്രൊഫഷണൽ കോഴ്സിലൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. വെറ്റിനറി കിട്ടിയെങ്കിലും പോകാനായിട്ട്, കാരണം 2ാമത്തെ അനിയൻ 12th പാസ്സായി, നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അവന് വെറ്റിനറി കോളേജ് അഡ്മിഷൻ കിട്ടി. ഗുവാഹട്ടി വെറ്റിനറി കോളേജിലേക്ക് അവൻ പഠിക്കാൻ പോയി. ഗുവാഹട്ടിയിൽ ഖനപ്പാറ വെറ്റിനറി കോളേജിൽ, ഗവൺമെന്റ് വെറ്റിനറി കോളേജ് കിട്ടി. ഇവനൊന്നും കിട്ടിയില്ല. അവന് വെറ്റിനറി ഒരു വീട്ടിൽ നിന്ന് 2 പേര് വേണ്ടെന്ന് വെച്ച് അവൻ ഉപേക്ഷിച്ച് എഞ്ചിനീയറിംഗിന് കിട്ടിയെങ്കിലും ചെന്നപ്പോഴേക്കും ലേറ്റ് ആയിപ്പോയി. അങ്ങനെ അവൻ തിരിച്ചു വന്നു. കിട്ടിയത് കൽക്കട്ടയിലായിരുന്നു, ബംഗാൾ എഞ്ചിനീയറിംഗ് കോളേജ്. ചെന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു, അഡ്മിഷൻ ക്ലോസ് ആയിപ്പോയി. അന്നൊക്കെ ഈ ടെലിഗ്രാമും ലെറ്റേഴ്സൊക്കെ ഇല്ല അയക്കുന്നത്, താമസിച്ചു പോയി. എനിവേ അവന് ഡിസ്കറേജ്ഡ് ആയിപ്പോയി. അവൻ തിരിച്ചു വന്നു.
നാട്ടിൽ വന്ന സമയത്ത് ഞാനും ഇതുപോലെ നിരാശപ്പെട്ട് വന്നതാണല്ലോ കേരളത്തിലേക്ക്. അപ്പൊ അവനോട് ഞാൻ സുവിശേഷം പറയുകയും ഞങ്ങൾ ഒരുമിച്ച് ചർച്ചിൽ പോകാൻ തുടങ്ങി. 1 വർഷം ത്തിനകം അവൻ സ്ഥാനപ്പെട്ടു. ആ സമയത്ത് എൻ്റെ ഉപ്പാപ്പൻ്റെ മോൻ വയനാട്ടില്. ഞാൻ അവിടെ പോവുകയും മീറ്റിങ്ങിൽ പ്രാർത്ഥനയൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബാബു എന്ന പേര്. അവനും രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു. എൻ്റെ അനിയനും മോൻസിയും ബാബുവും ഒന്നിച്ച് സ്ഥാനപ്പെട്ടു. ഞാൻ അപ്പാപ്പനൊക്കെ അവരും കത്തോലിക്ക ചർച്ചയിൽ പോയിക്കൊണ്ടിരുന്നു വയനാട്ടിൽ. ഇന്ന് അവരെല്ലാം വിശ്വാസികളാണ്. അവരെല്ലാവരും ദൈവഭാഗത്തേക്ക് വരുവാൻ ഞാൻ മുഖാന്തരമായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും സുവിശേഷം പറയുമായിരുന്നു. BSc പഠിക്കുന്ന സമയത്ത് പമ്പ കോളേജ് ICPFന്റെ ഒരു യൂണിറ്റ് തുടങ്ങുവാനൊക്കെ ഇടയാക്കി. അങ്ങനെ എല്ലാ ബുധനാഴ്ചയും അവിടെ ICPFന്റെ മീറ്റിംഗ്സ്. പക്ഷേ പമ്പ കോളേജ് വളരെ കുറച്ച് കുട്ടികളെ വരത്തുള്ളായിരുന്നു. പെന്തിക്കോസ്തുകാരും കുറവാണ്. എനിവേ ആ സമയങ്ങളിൽ ഞാൻ ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്ന പാസ്റ്റർ സജി മാത്യു ആയിട്ടൊക്കെ പരിചയപ്പെടുകയും അദ്ദേഹം അവിടെ പഠിക്കുന്ന പിടിച്ചിരിക്കും. എനിവേ ഞാൻ പറയട്ടെ, ഞാൻ BScക്ക് പഠിക്കുന്ന സമയത്ത് ആ നാളുകളിൽ പഠിത്തത്തെക്കാൾ കൂടുതൽ ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്കും ഒക്കെ പോകും. പലപ്പോഴും ക്ലാസ് കട്ട് ചെയ്ത് അവിടെ നിന്ന് ചോദിക്കാൻ ആരും ഇല്ലല്ലോ, മാതാപിതാക്കളും ഇല്ല, അമ്മച്ചി മാത്രമുണ്ട് വീട്ടില്. പിന്നീട് 84 അമ്മച്ചി മരിച്ചു പോവുകയും ചെയ്തു. ഞാൻ വാര്യാപുരം യോനാച്ചന്റെ ഫാസ്റ്റിംഗ് പ്രയറിൽ വാര്യാപുരം യോനാച്ചൻ പാസ്റ്റർ വരുന്നത് കേൾക്കുമ്പോൾ ഞാൻ അന്ന് എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോകാതെ, യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയറിന്റെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാതെ ഞാൻ പോയിട്ട്, പിന്നെ എഴുതാമല്ലോ, ഇപ്പൊ ഇത് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകും. പക്ഷെ അന്ന് അതൊക്കെ അറിവില്ലായ്മയായിരുന്നു. ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ BScക്ക് പഠിക്കുന്ന സമയത്ത് വേറെ പല ആളുകൾ, എൻ്റെ ഫ്രണ്ട്സൊക്കെ സുവിശേഷം അറിയുവാനും അവർ പറയുവാനും പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥന മീറ്റിംഗ്സ് നടത്തുവാനൊക്കെ കർത്താവ് ഇടയാക്കി. ആ ദിവസങ്ങളിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേ സെക്കൻഡ് ഇയർ ആയപ്പോൾ എൻ്റെ അനിയന് ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടി. അവനങ്ങ് പോയി. പിന്നെ അവൻ അപ്പോഴും സ്ഥാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചായിരുന്നു. മറ്റേ കൂടെ ഉണ്ടായിരുന്ന കസിൻ ബ്രദർ ബാബു, അവനും കുറച്ച് നാളിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അവനും അരുണാചലിലേക്ക് പോയി. അവൻ ആർമിയിൽ ചേർന്നു. ഞാൻ എൻ്റെ ഫാദറിനെ പ്രഷറൈസ് ചെയ്ത് അവനെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോവുകയും പിന്നെ എൻ്റെ ഫാദർ മുഖേന അവന് ജോലി കിട്ടി. എനിവേ എൻ്റെ ഉപ്പാപ്പൻ്റെ വീട്ടുകാരൊക്കെയും പതുക്കെ വിശ്വാസത്തിൽ വന്നു. അവരൊക്കെ സ്ഥാനപ്പെടുകയും ഒക്കെ ചെയ്തു. ഞാൻ BScക്ക് പഠിക്കുന്ന സമയത്ത് ആണ് ICPFൽ അധികം ആക്റ്റീവായത്. അന്നുണ്ടായിരുന്ന പല എൻ്റെ ഫ്രണ്ട്സും ഇന്ന് US ജോസ് മാലിയിൽ, മോൻസി പുളിക്കീഴ്, ഷാജി കാരിക്കൽ, ഇതുപോലുള്ള ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. സാജു മാത്യു എന്ന സുവിശേഷ വേദിയിലാണല്ലോ, അദ്ദേഹവും പലപ്പോഴും ICPFൽ അദ്ദേഹം ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. D ജോഷുവ സാറ്, VV അച്ചുകുഞ്ഞ് സാറ്, മാത്യു പി തോമസ് സാറ്, ഇവരുമായിട്ടൊക്കെയും അവരുടെ മീറ്റിംഗ്സ് ഒക്കെയും എനിക്കൊത്തിരി പ്രചോദനമായിരുന്നു. ഞാൻ BScക്ക് പഠിക്കുന്ന സമയത്ത്, ഫൈനൽ ഇയർ എക്സാമിനേഷൻ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഞാൻ 2 ദിവസം 2 എക്സാം, ഫസ്റ്റ് ഇയർ തേർഡ് ഇയറിലെ എക്സാം ആണ് അത്. തേർഡ് ഇയർ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ടോട്ടലി ഒൺലി ഫിസിക്സ് ആണ്. അത് തേർഡ് പേപ്പർ മെക്കാനിക്സ്, ഫോർത്ത് പേപ്പർ ഒപ്റ്റിക്സ്, ഫിഫ്ത്ത് പേപ്പർ ഇലക്ട്രോണിക്സ്, സിക്സ്ത് പേപ്പർ മോഡേൺ ഫിസിക്സ്. ഈ ഫോർത്ത് പേപ്പർ തേർഡ് പേപ്പർ ഫസ്റ്റ് ദിവസം തേർഡ് പേപ്പർ ആയിരുന്നു. അന്നും അവിടെ ഭയങ്കര കോപ്പിയടി. നോക്കിയപ്പോൾ എല്ലാ കുട്ടികളും, ഞാൻ ഇരിക്കുന്ന മുറിയിൽ എല്ലാ കുട്ടികളും കോപ്പി അടിക്കുന്നു. കാരണം അന്ന് അതിനകത്ത് BSc മാത്തമാറ്റിക്സിലെ പിള്ളേരുമുണ്ട്, BSc ഫിസിക്സിലെ പിള്ളേരുമുണ്ട്. മാത്തമാറ്റിക്സിന്റെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന്റെ ഹസ്ബൻഡാണ് ആ വർഷം എങ്ങനെയോ അവിടുത്തെ ഇൻചാർജ് ആയിരുന്നത്, സൂപ്രണ്ടന്റ്, എക്സാം സൂപ്രണ്ടന്റ്. അവരുടെ ഭാര്യ മാത്സ് ടീച്ചർ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കോപ്പിയടി ഭയങ്കരമായിട്ട്. പുള്ളിക്കാരി ട്യൂഷൻ പഠിപ്പിക്കുന്ന പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഗൈഡ് വെച്ച് കോപ്പി അടിക്കുക. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. പക്ഷെ എനിക്കും ടെംപ്റ്റേഷൻ ഉണ്ടായി. ഞാൻ ഫോർത്ത് പേപ്പർ ഒപ്റ്റിക്സിന് ഞാൻ എൻ്റെ അടുത്തിരുന്ന് നന്നായി പഠിക്കുന്നത്. അവനെ വിളിക്കുന്നത് ബുദ്ധിജീവി എന്നാണ്, തോമസ് വർഗീസ്. അവന്റെ പേപ്പർ വാങ്ങിച്ച് അമ്മാവിലേക്ക് ഹരിപ്പ ഞാൻ എഴുതി. എനിക്ക് അവൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട. ഞാൻ അത് കഴിഞ്ഞ് അറിയാൻ വയ്യാത്ത വേറൊരു മത്തായി ഞങ്ങൾ കളിയാക്കി വിളിക്കുന്ന ഹരികൃഷ്ണൻ
പുള്ളിയുടെ വാങ്ങിച്ചെഴുതി. ഞാൻ ശരിക്ക് എഴുതി. ഈ 2 പേപ്പർ 80 മാർക്കിന്റെ 80 ഈച്ച്. അത് നന്നായിട്ട് എഴുതിയാൽ മതി. മിനിമം മാർക്ക് പാസ്സാകാൻ 120 മതി. സുഖമായി ജയിക്കും. ഞാൻ ബാക്കി എല്ലാത്തിനും 5, 10 കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ക്ലാസ് പക്കായ. പിന്നെ 200 മാർക്കിന്റെ 180 മാർക്കിന്റെ 3 പ്രാക്ടിക്കൽ എക്സാം 60 ഈച്ച്. അതിന് നല്ല മാർക്ക് കിട്ടും സെക്കൻഡ് ക്ലാസ്. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ കുറ്റബോധം, 4th പേപ്പർ 5th പേപ്പർ ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തെ ഗ്യാപ്പ്. അത് കഴിഞ്ഞ 6th പേപ്പർ മോഡേൺ ഫിസിക്സ്. ഞായറാഴ്ച കർത്തമേശ ഉണ്ടായിരുന്നു. കർത്തമേശ എടുക്കാൻ എനിക്ക് പേടി. എടുത്താൽ പാപം, എടുത്തില്ലെങ്കിൽ അതും പാപമാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ദൈവത്തിന് തീരുമാനിച്ചു, ഞാൻ ഈ പേപ്പേഴ്സ് ക്യാൻസൽ ചെയ്തോളാം. അന്ന് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇതുണ്ട്, പ്രൊവിഷനുണ്ട്. എക്സാം എഴുതി കഴിഞ്ഞ് ചിലർക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് 25 റുപ്പീസ് അടച്ച് ക്യാൻസൽ ചെയ്യാം, പിന്നെ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്. ഇനിയും പരീക്ഷയ്ക്ക് 3rd ക്ലാസ്സിൽ പാസ്സായാൽ പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ഇഫ് യു ക്യാൻ ഇമ്പ്രൂവ് ദ മാർക്ക്, യു ക്യാൻ ക്യാൻസൽ ദ എക്സാം ആൻഡ് റൈറ്റ് ദ എക്സാം അഗെയിൻ. ഞാൻ അത് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ പറഞ്ഞപ്പം അവരൊന്നും വിശ്വാസത്തിലല്ലെന്ന്. അപ്പം എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, നീ അത് ചെയ്യരുത്, ദൈവത്താൽ സംഭവിച്ചതായത്. നീ അല്ലെങ്കിൽ ഒരുപക്ഷെ ജയിക്കത്തില്ലായിരിക്കും, ദൈവത്താൽ ഒരുക്കിയതാണ് ഈ കോപ്പി ഇങ്ങനെ ഒരു അവസരം. നീ കോപ്പി പിടിച്ചാൽ സാരമില്ല, ദൈവം ക്ഷമിക്കും, നീ ചെയ്യല്ലേ. പക്ഷെ ഞാൻ അവരോട് പറയാതെ ഞാൻ ട്രിവാൻഡ്രത്ത് പോയി ഞാൻ ക്യാൻസൽ ചെയ്തു. ഞാൻ കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്നു. പട്ടത്ത് ട്രിവാൻഡ്രത്ത് ഒരു ബ്യൂറോ ഓഫ് ഡാറ്റ പ്രോസസിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് അത് ഞാൻ പത്രത്തിലെ അഡ്വർടൈസ്മെന്റ് കണ്ടു. അങ്ങനെ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരുടെ ക്ലാസ്മേറ്റ്, അവന് ഞങ്ങളുടെ കോളേജിലെ അവനും പ്രൊഫസറുടെ മോന സന്തോഷ്, അവനും ക്യാൻസൽ ചെയ്തു. അവൻ്റെ ഉദ്ദേശം നല്ല മാർക്ക് വാങ്ങിക്കാൻ, എൻ്റെ ഉദ്ദേശം ഇത് പാപമാണല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ഔവർ കോളേജ്, എന്നാൽ ഔവർ ഫേമസ് ആണ് ട്രിവാൻഡ്രത്ത്. ഔവർ കോളേജിൽ ഞാൻ ട്യൂഷന് പോയി, ഫിസിക്സിന് ട്യൂഷൻ. പിന്നെ പിന്നെ ഇവിടെ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യാൻ പറ്റത്തും. സെക്രട്ടേറിയറ്റ് പുറയിൽ മുറി എനിക്ക് ജോസ് മാരിയിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തന്നു. ജോസ് മാരിയിൽ അവിടെ താമസിച്ചതായിരുന്നു. അദ്ദേഹം പോയി വെക്കേറ്റ് ചെയ്തപ്പോൾ ആ മുറി ഞാൻ എടുത്തു. അവിടെ പക്ഷെ ഞാൻ പഠിത്തത്തെക്കാൾ കൂടുതലും സ്വിമ്മിംഗ് പൂളിനടുത്തൊരു സഭയുണ്ട്, PMG ഗ്രൂപ്പിന്റെ പെന്തക്കോസ്റ്റ് ഗോസ്പൽ ചർച്ച്, പെന്തക്കോസ്റ്റൽ ഗോസ്പൽ ചർച്ച് എന്ന് അതിന്റെ പേര് പിന്നീട് മാറ്റി. ഇപ്പം PMG ഗ്രൂപ്പ് അവർ ISRO നമ്മുടെ റോക്കറ്റ് സ്റ്റേഷനിലെ എഞ്ചിനീയർ സയന്റിസ്റ്റ് ആയിരുന്ന TM ജോസ് സാറിന്റെ വീട്ടിലാണ് മീറ്റിംഗ് നടക്കുന്ന. KK ജോസഫ് സാർ, അദ്ദേഹം ഒരു പ്രവാചകനും സയന്റിസ്റ്റും ആയിരുന്നു. മിക്ക ദിവസങ്ങളിലും ഉപവാസ പ്രാർത്ഥന, സുവിശേഷ പ്രവർത്തനങ്ങൾ, കോട്ടേജ് മീറ്റിംഗ്. ഞാൻ അതിനൊക്കെ അങ്ങ് അടിച്ച് ശരിക്കും പോകും. നല്ല ആത്മീയ അന്തരീക്ഷം. ICPFന്റെ ക്യാമ്പ് കണ്ണമുല യൂണിയൻ തിയോളജിക്കൽ സെമിനാരിൽ നടക്കും, അവിടെ പോകും. അങ്ങനെ പഠിത്തത്തെക്കാളും ഞാൻ ആ സമയത്തും ഈ കാര്യങ്ങളിലൊക്കെ ആയി. അവിടെ വെച്ച് ഞാൻ കൊഞ്ചിറവിളയിൽ ഒരു മുറി എടുത്ത് താമസിച്ചു. പിന്നെ ഇവിടെ നിന്ന് മാറിച്ചൊരു സൗകര്യപ്പെട്ടു ഞാൻ നല്ലൊരു മുറി. ഇത് കഞ്ചസ്റ്റ് ആയിരുന്നു, സിറ്റിക്കകത്ത്, സെക്രട്ടേറിയറ്റ് പറയില്ല. ഞാൻ അവിടെ തപ്പി ഒരു മുറി കിട്ടി. ഗൾഫിൽ നിന്ന് വന്ന ഒരാള് ഒരു നല്ല മുറികൾ വന്നിരിക്കുന്നു. ഓരോ മുറിക്കകത്തും 2 ബെഡും അറ്റാച്ച്ഡ് ബാത്റൂം. 100 രൂപയുള്ള ഒരു ബെഡ്. ഇത് 86 കാര്യമാണ്. അപ്പോൾ ചോദിച്ചത് പുതിയ പണിത് കഴിഞ്ഞതേ ഉള്ളൂ, ഒറ്റ ആളെ ഉള്ളൂ താമസം. ആ ആളെ എഴുത്തുകാരന്, പുള്ളി കണ്ണൂരുകാരന്. പുള്ളി എന്ത് ചെയ്യുന്നു? ഓട്ടോ ഓടിക്കുന്നു. നല്ല പേര് മാന്യനാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഏത് മുറി വേണമെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞു. കാരണം പുള്ളിക്ക് അവിടെ ചിലവാകണം. അപ്പം ഞാൻ പറഞ്ഞില്ല, ആ കണ്ണൂരുകാരന്റെ ആ ഓട്ടോ ഡ്രൈവറുടെ അഡ്ജസ്റ്റന്റ് കട്ടിൽ എനിക്ക് തന്നേര്. അത് അയാൾക്ക് വല്ലാതെ എന്താ ഇനി പേരെ എടുക്കാമല്ലോ. ഞാൻ പറഞ്ഞു അത് മതി. എന്റെ മനസ്സിൽ ഈ മനുഷ്യനുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കി ഇവനെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. ഞാൻ ആളുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. പുള്ളിയുടെ കഥകളൊക്കെ കേട്ടു. പുള്ളി കണ്ണൂരുകാരനാണ്. കണ്ണൂരിൽ പുരാതന കത്തോലിക്ക കുടുംബത്തിലെ മെമ്പറാണ്. KM തോമസ്. കുന്നേൽ ജോയി കുന്നേൽ വീട്ടുപേര്, ജോയി എന്ന വീട്ടിലെ പേര്. പക്ഷെ അപ്പൻ മദ്യപാനി, 10ാം ക്ലാസ് കഴിഞ്ഞ് മുമ്പോട്ട് പഠിക്കാൻ സമ്മതിച്ചില്ല. കടയുണ്ടായിരുന്നു. ഈ പുള്ളി കട നോക്കുക,
കുറെ വർഷങ്ങളായി കഥ നോക്കുന്നു. അപ്പൻ പൈസ എല്ലാം എടുത്തുകൊണ്ട് കുടിക്കുകയും ചെയ്യും. 10 ഏക്കർ റബ്ബറും തോട്ടമുണ്ട്. നല്ല സ്വത്തുള്ള വീട്ടിലെയാണ്. പക്ഷേ ഈ അപ്പന്റെ ശല്യം കാരണം പുള്ളിക്ക് പൊറുതി മുട്ടി സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല, വളരാൻ ഒക്കുന്നില്ല. പുള്ളി കുറച്ച് പൈസ എടുത്ത് കണ്ണൂർ ടൗണിൽ ചരക്കെടുക്കാൻ പോകും. അങ്ങനെ പോവാന്ന് പറഞ്ഞ് ഒറ്റപ്പോക്കം. അന്ന് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അതുമായി പോന്നു. പുള്ളി ട്രിവാൻഡ്രത്ത് വന്ന് ലോഡ്ജിൽ താമസിച്ചുകൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചു, ഓട്ടോ ഡ്രൈവിംഗ് പഠിച്ചു. ഒരു ഓട്ടോ ഉള്ള പൈസ കൊടുത്തിട്ട് കുറച്ച് പൈസ ലോൺ ആക്കിക്കൊണ്ട് ഓട്ടോ എടുത്തു. അങ്ങനെ ഓട്ടോ ഓടിക്കുക. അപ്പം പുള്ളിയോട് ഞാൻ സുവിശേഷം പിന്നീട് പതുക്കെ സുവിശേഷം പറഞ്ഞു. പുള്ളി ഓട്ടോ വന്ന് പുള്ളി കണക്ക് സർവ്വ ചെലവും കഴിഞ്ഞ് 100 രൂപ കിട്ടുകയാണെങ്കിൽ പുള്ളി തിരിച്ചു വരും. അത് എപ്പോഴായാലും 100 കിട്ടിയില്ലെങ്കിൽ ഒളിച്ചോടിയിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ മിക്കവാറും സന്ധ്യയാകുമ്പോൾ ഇങ്ങ് വരും. അപ്പോൾ ഞാനും കൂടെ കൂടി ഓട്ടോ കഴുകും, വർത്തമാനം പറയും. പുള്ളി എന്നെ ഓട്ടോ ഓടിക്കാൻ പഠിപ്പിച്ചു. എനിക്ക് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഞാൻ പറഞ്ഞു നമുക്ക് പള്ളി പോകാം, നമുക്ക് ചർച്ചിൽ പോകാം. പുള്ളി ചർച്ച നമ്മൾ പോകാറില്ല. അപ്പോൾ ഞായറാഴ്ച വണ്ടി ഓടിക്കും. പറഞ്ഞു തുണിയെല്ലാം മുഷിച്ച് കിടക്കുക, അതുകൊണ്ട് എനിക്ക് ഒക്കത്തില്ല. ഞാൻ ഓക്കെ, ഞാനൊന്നും പറഞ്ഞില്ല. പിറ്റേ ഞായറാഴ്ച ആയപ്പോൾ പുള്ളി ശനിയാഴ്ച വന്നപ്പോഴേ പുള്ളി തുണിയൊക്കെ ഞാൻ കഴുകിയാൽ കിട്ടും. ഒരു ഓട്ടോക്കാരൻ്റെ തുണി എനിക്ക് കഴുകേണ്ട ആവശ്യമില്ല. ഞാൻ കഴുകി തേച്ച് വെച്ചു. പുള്ളി പറഞ്ഞു തുണി കഴിഞ്ഞാൽ തുണിയൊക്കെ ഞാൻ കഴുകി തേച്ച് വെച്ചു. റെഡി ചെയ്തോ? യെസ്, നമുക്ക് പോകാം. ആ മനുഷ്യൻ എൻ്റെ കൂടെ, എന്നെക്കാളും സ്വല്പം മൂത്തതാണ്, എന്നെക്കാൾ 2-3 വയസ്സിന് മൂത്തതാണ്. മുമ്പ് സ്വിമ്മിംഗ് പൂൾ ചർച്ചിൽ പോയി. അന്ന് തുടങ്ങി പിന്നെ അദ്ദേഹം നിർത്തിയിട്ടില്ല. റെഗുലറായി പോയി. PAV സാം പാസ്റ്റർക്ക് അവിടെ വന്ന സമയത്ത് സ്ഥാനപ്പെട്ടു. പിന്നീട് പുള്ളി 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാൻ പുള്ളിക്കൊത്തില്ലായിരുന്നു, അങ്ങനെ വിഷമിച്ചിരിക്കുക. ആ ദിവസങ്ങളിൽ പുള്ളിക്ക് വീടുമായിട്ട് ബന്ധവുമില്ല. വീട്ടുകാരറിഞ്ഞാൽ പുള്ളി പിടിച്ചോണ്ട് പോകും. അപ്പൊ എൻ്റെ ഡൽഹിയിലുള്ള അനിയൻ്റെ അഡ്രസ്സ് ഞാൻ കൊടുത്തു. പറഞ്ഞു നീ താൻ കത്ത് എഴുത്, ബ്രദർ കത്ത് എഴുത്, അത് വീട്ടുകാരെ എന്തായാലും വിഷമിച്ചിരിക്കുകയല്ലേ. അങ്ങനെ കത്ത് എഴുതി. ഞാൻ എവിടെയാണെന്ന് പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് മറുപടി അയക്കാം. എൻ്റെ അനിയൻ്റെ ഡൽഹിയിലെ അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ അവർ മറുപടി ഡൽഹിക്ക് എഴുതും, അനിയൻ എഴുതും ഡൽഹിയിലേക്ക്. അനിയൻ ആ ലെറ്റർ കവറിലിട്ട് പോസ്റ്റ് ചെയ്ത് എനിക്ക് അയക്കും. ഇങ്ങനെയായിരുന്നു കണ്ണൂരിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രം, ഇങ്ങനെയാണ് കത്ത് വന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം അനിയൻ്റെ കത്ത് വന്നു, ഫാദർ മരിച്ചു പോയെന്നും പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഫാദർ മരിച്ചു പോയെന്ന്. അത് കുറേ ദിവസം കഴിഞ്ഞാൽ കിട്ടുന്നത്. പെട്ടെന്ന് ബ്രെയിൻ ഹാമറേജ് ആയി മരിച്ചുപോയി. ഫാദർ മരിച്ചു പോയെങ്കിൽ പിന്നെ പുള്ളിക്ക് വീട്ടിൽ നിൽക്കാൻ ഈ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും പുള്ളി പറഞ്ഞ് പോകാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ മലബാറിലേക്ക് കണ്ണൂരിലേക്ക് പോയി, സ്വന്തം വീട്ടിലേക്ക് പോയി, അവരെ കണ്ടു, മടങ്ങി വന്നു. അതിനുശേഷം അധികം താമസിയാതെ അദ്ദേഹം ഓട്ടോയൊക്കെ വിറ്റ് വീട്ടിലേക്ക്, കാരണം മൂത്ത മകനാണ്. കുടുംബത്തിൽ താഴെ 7 മക്കളുണ്ട്, 7-6 മക്കളുണ്ട്. അവിടെ ചെന്നു. അവിടെ സഭയൊന്നുമില്ല. പുള്ളി ഒറ്റത്തെങ്ങിൽ ഒരു IPC ചർച്ച്, ചെറിയ കണ്ണൂർ വെള്ളാടാണ് വീട്, വെള്ളാടിനടുത്ത് ഒറ്റത്തെങ്ങിൽ ഒരു IPC ചർച്ചുണ്ട്. ചെറുപ്പക്കാരൻ പാസ്റ്റർ അവിടെ പോകുമായിരുന്നു. പക്ഷെ വീട്ടിൽ ഭയങ്കര ബഹളം. ഒരു പാരമ്പര്യ കത്തോലിക്കലാണ് ഇവരുടെ കുടുംബം. അപ്പൻ്റെ ചേട്ടൻ എല്ലാം കത്തോലിക്കലാണ്. അമ്മയ്ക്ക് പണക്കം. ഇവന് ചർച്ച് വിട്ടു. 1000 ഇടവകക്കാരുള്ള വലിയ സഭയാണ്, ചർച്ചായി വരുന്നത്, കത്തോലിക്ക ചർച്ച്. അപ്പോൾ അതൊക്കെ വിട്ടു പോകുന്നു. പക്ഷേ ഇദ്ദേഹം ഉറച്ചു നിന്നു. ആ ദിവസങ്ങളിൽ ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന് നാട്ടിൽ വന്നൊരു എൻ്റെ ചില ക്ലോസ് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, എൻ്റെ കൂടെ അടുത്ത് താമസിക്കുന്ന എൻ്റെ അകന്ന ബന്ധുക്കളും എൻ്റെ കൂട്ടുകാരനുമാണ്. റെജി, സാബു, ഞങ്ങൾ ചേർന്ന് എൻ്റെ റിലേറ്റീവിൻ്റെ തന്നെ ഒരു ബിൽഡിങ് അവിടെ കിടപ്പുണ്ടായിരുന്നു. എൻ്റെ വീട് തിരുവല്ല കറ്റോടാണ്. കറ്റോട്ട് മണിക്കൽ ഞങ്ങളുടെ വീട്, കുന്നിരിക്കൽ മണിക്കൽ. കുന്നിരിക്കൽ ബിൽഡിങ്സ് വീട് കിടപ്പുണ്ട്, ഒരു ബിൽഡിംഗ് കിടപ്പുണ്ടായിരുന്നു. അത് താഴെ കടയും മുകളിൽ അതൊരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അത് നടത്തിക്കൊണ്ടിരുന്ന പെൺകുട്ടി എന്തോ കാരണവശാൽ അവരത് ക്ലോസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് 3 ടൈപ്പ് റൈറ്റിംഗ് മെഷീനും ഡെസ്ക്, ബെഞ്ച്, ടേബിൾ എല്ലാം ഉണ്ട്. ഞാൻ ഇമ്മാനുവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ട്യൂഷൻസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരും ചേർന്ന് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി.
ആ സമയത്ത് ടൈപ്പ് റൈറ്റിംഗ് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ സഭയിൽ വന്നുകൊണ്ടിരുന്ന എന്നെക്കാൾ ഒത്തിരി ഞങ്ങളുടെ സ്നേഹമുള്ളൊരു പയ്യൻ, അദ്ദേഹമാണ് പിന്നീട് മാവേലിക്കര ഇവാഞ്ചലിക്കൽ മിഷന്റെ മാവേലിക്കര IM-ന്റെ ഡയറക്ടർ, സ്റ്റേറ്റ് ഡയറക്ടർ ആയിരുന്ന റെജി കെ തോമസ്. അന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, റെജി വന്ന് ഇത് റൺ ചെയ്യാൻ. അങ്ങനെ റെജി വന്ന് ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും പഠിപ്പിക്കും. എൻ്റെ കൂട്ടുകാർ 9, 10 പിന്നെ PDC ഫസ്റ്റ് ഇയർ ഞാൻ ഫിസിക്സ് പഠിപ്പിക്കും. മറ്റേ എൻ്റെ കൂടെയുള്ള സഹോദരിമാര് ഒരാള് മാത്സ് പഠിപ്പിക്കും, ഇംഗ്ലീഷ് പഠിപ്പിക്കും. ഞാൻ ഹിന്ദിയും പഠിപ്പിക്കുമായിരുന്നു. എനിക്ക് ഹിന്ദി ഭാഷ അറിയാമായിരുന്നു. അത് ഞാൻ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് തുടങ്ങി. പക്ഷെ മിക്ക ദിവസങ്ങളിലും അവിടെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് തിരുവല്ല ഈ കറ്റോട്ട് തന്നെയുള്ള അന്ന് പുതുതായി തുടങ്ങിയ ഇരുവള്ളിത്തറ IPC ചർച്ചിൽ പാസ്റ്ററായി വന്ന പാസ്റ്റർ BI സാമുവേൽ, അദ്ദേഹം കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. അദ്ദേഹവും വരുമായിരുന്നു. ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയും വെള്ളിയാഴ്ച ഈവനിങ് ചിലപ്പം കോർഡിനേറ്റർ ഇരുന്ന് പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന് വടക്കേന്ത്യയെ കുറിച്ച് വലിയ ഭാരമുണ്ട്. അദ്ദേഹം വടക്കേന്ത്യയിൽ പോകാനിരിക്കുക, ഹരിയാനയിൽ പോകാനായിരുന്നു താല്പര്യം എന്നൊക്കെ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഓണവാര ക്യാമ്പ് ബൈബിൾ കോളേജിലെ പിള്ളേർക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, മലബാറിൽ എവിടെയെങ്കിലും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കൂട്ടുകാരനുണ്ട്, ഞാൻ വളരെ വിശ്വാസത്തിൽ വന്നതാണ്, KM തോമസ്, അവിടെ പോകാം. ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം അറേഞ്ച്മെന്റ് ചെയ്തു. ആ വർഷത്തെ ബൈബിൾ കോളേജിലെ BTech സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ 8-9 പേര്. ഞങ്ങൾ ട്രെയിൻ കയറി കണ്ണൂർ വന്നു. ഇവിടെ ഈ വെള്ളാട് എന്ന സ്ഥലത്ത് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത, അവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ട് വെള്ളാട്, പിന്നെ ആലക്കോട് PT ഉഷയുടെ ഏരിയ ആണ്. PT ഉഷ ഫേമസ് ആയി വന്നുകൊണ്ടിരിക്കുന്നത്. ആലക്കോട്, ഒറ്റത്തങ്ങ്, ആ ഭാഗങ്ങളിലൊക്കെ വീടുകൾ കയറി ഇറങ്ങി. എല്ലാം കത്തോലിക്കൽ ഹിന്ദുക്കളുടെ വീടുകളാണ്. ഒറ്റ പെന്തിക്കോസുകാര് ഞാൻ അന്ന് അവിടെ കണ്ടിട്ടില്ല. കാഞ്ഞങ്ങാട്, ആ ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ ട്രാക്ട് കൊടുക്കുകയും വൈകുന്നേരങ്ങളിൽ സുവിശേഷ മീറ്റിങ്ങുകൾ തെരുവുകൾ പകല് റോഡില് തെരുവിൽ പ്രസംഗിക്കുകയും ചെയ്യും. ആ സ്റ്റുഡൻസിൽ നമ്മുടെ TG ഉമ്മച്ചനപ്പച്ചന്റെ കൊച്ചുമകൻ ബിജു ജോർജ് ഉമ്മൻ, ജോർജിമ്മ പാസ്റ്ററുടെ മോന് ബിജു, ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പാസ്റ്ററാണ്. പിന്നെ IPC-യിലൊരു അറിയപ്പെട്ട പ്രസംഗകനും പാസ്റ്ററുമാണല്ലോ വർഗീസ് മത്തായി, അദ്ദേഹം ഒക്കെ അന്ന് സ്റ്റുഡൻസ് ആയിരുന്നു. വേറെ പലരും ഉണ്ടായിരുന്നു. ഞാൻ പിന്നീട് അവരെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ അറിഞ്ഞു. എനിവേ ഒരു നല്ല ഒരു ഇതായിരുന്നു. അന്ന് ആ ഭാഗങ്ങളിലൊന്നും പെന്തിക്കോസുകാരില്ല. ആ സമയത്താണ് ഞാൻ ചെയ്തത്. ഈ തോമസിന്റെ അമ്മയ്ക്ക്, തോമസ് പെന്തിക്കോസിൽ പോയതിനൊക്കെ വലിയ പ്രയാസം. ഞാൻ പലപ്പോഴും ഉപദേശിക്കുകയൊക്കെ ചെയ്തെങ്കിലും പുള്ളിക്കാരി ഒന്നും കാര്യമായിട്ട് എടുത്തില്ല. പിന്നീട് പുള്ളിക്കാരിക്ക് മാനസികമായ വിഭ്രാന്തി ഉണ്ടായി. പിന്നീട് പുള്ളിക്കാരി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1987-ലാണ്, 87-ല് മലവെള്ളപ്പാച്ചിലിൽ, അടുത്തുള്ള ഒരു മലവെള്ളപ്പാച്ചിലിൽ ചാടി ആത്മഹത്യ ചെയ്തു. പുള്ളിക്കാരി ഒറ്റയ്ക്കല്ല, ഇളയ മകൻ, ഈ KM തോമസിന്റെ ഇളയ സഹോദരന്, എൻ്റെ ഓർമ്മ ശരിയാണ്, റെജി എന്നാണ് പേര്, 5 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടാണ് മരിച്ചത്. അതുപോലെ, കാരണം പെന്തിക്കോസിൽ പോയെന്നുള്ള പേടി, ഉള്ള ആ വിഭ്രാന്തി. അങ്ങനെ അവർക്ക് അപ്പനുമില്ല അമ്മയുമില്ല. പിന്നീട് KM തോമസ് അദ്ദേഹം കണ്ണൂരിലുള്ള AG ചർച്ചിൽ പോകുന്നത്. അന്ന് അവിടെ BT എബ്രഹാം പാസ്റ്റർ ആയിരുന്നു. ഒറ്റ വലിയ ചർച്ചയായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് ആ സമയങ്ങളിൽ 75-100 ആളുകളുണ്ടായിരുന്നു. ഞാൻ അവിടെ ആരാധനയ്ക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം അവിടെ പോകാൻ തുടങ്ങി. പിന്നീട് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി, SABC. അതിനിടയ്ക്ക് അദ്ദേഹം BCom എഴുതി പാസ്സായി, MCom എടുത്തു, ബൈബിൾ കോളേജിൽ പോയി MD ചെയ്തു. KM തോമസിന്റെ മൊത്തം ഫാമിലി ഇന്ന് വിശ്വാസത്തിലാണ്. KM തോമസിന്റെ ഇളയ 2 സഹോദരന്മാർ ശുശ്രൂഷയിലാണ്. ഒരാള് തലശ്ശേരി AG ചർച്ചിലെ പ്രസ്ബിറ്ററാണ്, പാസ്റ്റർ സണ്ണി മാത്യു. അവരൊക്കെ ഒന്ന് കുഞ്ഞായിരുന്നു. ഞാൻ പറയാൻ കാര്യം, ഒരാളിലൂടെ ഒരു കുടുംബം മുഴുവൻ വിശ്വാസത്തിൽ വന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ ഹോട്ടൽ മുറിയിൽ
എനിക്ക് എന്റെ സൗകര്യം നോക്കി വേറെ ഒരു മുറിയിലേക്ക് പോയിരുന്നെങ്കിൽ കെ.എം. തോമസിനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. അത് ദൈവത്തിന്റെ ഒരു നിയോഗമായിരുന്നു. കെ.എം. തോമസ് സ്നാനപ്പെട്ടു, അങ്ങനെ മുമ്പോട്ട് വന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തും ഈ ഒത്തിരി പേര് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടും റിലേറ്റീവ്സ് ആയിട്ടും എൻ്റെ കസിൻസും ഒക്കെ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട് പലരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അരുണാചലിൽ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്ന രണ്ടുപേര്. അവര് ഒന്ന് വർഗീസ് പത്രോസ്, ഒരാള് ബിജു. അവര് NSS ചങ്ങനാശ്ശേരി NSS കോളേജിൽ പഠിക്കുക. BA-ക്കോ BCom ഞാൻ കണ്ടു പഠിക്കും. ഒരാൾ BA-ക്കാണ്, മറ്റേ ആൾ BCom-നായിരുന്നു. അപ്പോൾ ഞാൻ അവരെ പോയി കണ്ടു. ഇപ്പോഴും ഓർക്കുന്നു, സന്ധ്യാസമയത്ത് ഹോസ്റ്റലിൽ അത് വെളിയിൽ കൊണ്ടുവന്ന് സുവിശേഷം പറഞ്ഞു. നടു റോഡിൽ രാത്രിയിലാണ്, ആ റോഡിൽ ഞാൻ പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി. അവർ രണ്ടുപേരും വിശ്വാസത്തിലാണ്. വർഗീസ് പത്രോസ് അരുണാചൽ പോലീസിലെ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. പിന്നീട് ഗൾഫിൽ പോയി, ഇപ്പോൾ സുവിശേഷ വേലയ, ഫുൾ ടൈം സുവിശേഷ വേലയാണ്. ബിജു ഞങ്ങളുടെ റിലേറ്റീവാണ്. അവർ വീട്ടിൽ സ്ട്രോങ് കാത്തലിക്സാ, ജാക്കോബക്കാരാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം വിശ്വാസിയാണ്, ബിജു മാത്യു. എൻ്റെ അറിവിൽ ഗൾഫിലുണ്ടോ. അത് പറയാൻ കാര്യം, ഞാൻ പലപ്പോഴും ഓർക്കുന്നു, എനിക്ക് വലിയ കഴിവൊന്നുമില്ല. പക്ഷേ ആ സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ ഇറങ്ങി ചെയ്യുമ്പോൾ പലരും വിശ്വാസത്തിൽ വന്നു. എൻ്റെ ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അടുത്ത് താമസിക്കുന്ന ഒരു റിലേറ്റീവ്, ഡിസ്റ്റന്റ് റിലേറ്റീവാണ് ബിജു എന്ന പേരുള്ള ഒരു പയ്യന്. എന്നേക്കാൾ ഏകദേശം പക്ഷേ ഒരു 8-9 വയസ്സെങ്കിലും ഇളയതായിരിക്കും. BCom-ന് റാന്നി സെന്റ് തോമസ് പള്ളിയിൽ പഠിക്കുകയാണ്. അപ്പോൾ അവൻ്റെ മമ്മിയുടെ ചേടത്തി വിശ്വാസിയാ. പിറ്റേ സുവിശേഷമൊക്കെ കേൾക്കുന്നു. പിന്നെ ഞങ്ങളോടുള്ള ടച്ചിൽ വന്നു. അവന് എന്നെക്കുറിച്ച് ഇളയ, പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അവനോട് പല പ്രാവശ്യം ഉപദേശിക്കുകയും അവനെ പത്തനംതിട്ടയിൽ ചർച്ച് ഓഫ് ഗോഡിന്റെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് അവന് രഹസ്യമായി സ്നാനപ്പെട്ടു. അവന്റെ ഫാദർ ഭയങ്കര ബഹളം വെച്ചു, കൗമാ ചൊല്ലണം രാത്രിയിൽ. ഒരു പ്രാവശ്യം നിർബന്ധം, ഇന്ന് രാത്രി 10 മണിക്കാണ് നീ ചൊല്ലിയില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. വലിയ ബഹളം. പുള്ളി ആർമിയിൽ നിന്ന് റിട്ടയറായി വന്ന നല്ല വണ്ണവും പൊക്കമുള്ള സൈസാ. ഒരു അമരമറിയ ദേശം മുഴുവൻ കേൾക്കും. അവർക്ക് അപ്പോൾ ഇവൻ ചൊല്ലത്തില്ല. പുള്ളി ഒരു ദിവസം ഒന്നാം ചൊല്ലിയേക്കാൻ പുള്ളി പപ്പായെ സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒറ്റ പറഞ്ഞു, നീ നിന്റെ സപ്പോർട്ടേഴ്സ് കൂട്ടുകാരും കൂടി പറഞ്ഞ ബഹളം. അവൻ വിറച്ച് ഒറ്റ ഓട്ടം ഓടി. ആ ഓട്ടം ഓടി പുറകെ കണ്ടതാ. ഞങ്ങളെല്ലാം ഓടി, ഞാനവിടെ പാത്തിരിക്കുക എടുത്തത്. ഞങ്ങൾ ഓടി. ആ ഒറ്റ ഓട്ടത്തിൽ ഞാൻ പറഞ്ഞു, നീ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, രണ്ടും കൂടി ശരിയാവത്തില്ല. ഒറ്റ പോക്ക്. ഞാൻ ആമല്ലൂർ IPC ചേർത്ത്, തിരുവല്ല ആമല്ലൂർ IPC ചേർത്ത് നടന്ന് രാത്രി കേട്ടത്ത് കൊണ്ടുപോയി. അവിടെയാണൊരു പാസ്റ്റർ, ഞങ്ങളോട് വളരെ ബന്ധമുള്ളൊരു പാസ്റ്റർ. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പുള്ളിക്ക് പേടിയാ. അപ്പൊ ഇവർക്ക് പത്രത്തിന്റെ ബിസിനസ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാം ആ ഏരിയയിലെല്ലാം പത്രം ഇടുന്നത് ഇവരാ, ഈ കുടുംബക്കാരാ, കുഴിവറമ്പിലെ ഫാമിലി. അപ്പൊ അവർക്ക് പേടിയായി. ഒന്നും പാസ്റ്റർ പേടിക്കണ്ട, നാളെ രാവിലെ പുളിക്കീഴ് മോൻസിയുടെ വീട്ടിൽ കൊണ്ടാക്കിയാൽ മതി. പുള്ളി വെളുപ്പിന് 5 മണിക്ക് ഇവനെ കൊണ്ട് മോൻസിയുടെ വീട്ടിലാക്കി. പുളിക്കീഴ് മോൻസി 13 ദിവസം അവനെ ഒളിപ്പിച്ചു വെച്ചു. ഇവര് ദേശം മുഴുവൻ തപ്പ്, ഇവനെ കാണുന്നില്ല. എൻ്റെ അടുത്ത് വന്നു. അപ്പൊ അവർ ചിന്തിക്കുക എന്നെയല്ല. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. അപ്പൊ ചേട്ടൻ കുറെ അടക്കുക. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ സുവിശേഷം പറയും. എനിവേ പിന്നെ ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങി. വലിയ വിഷയമായി. അപ്പൊ വേറൊരു വള്ളംകുളത്തുള്ള ഇവൻ സഭയിട്ട് പോകുന്ന അവിടെയായിരുന്നു. അവിടുത്തെ വീട്ടുകാരന് ഒരു പോലീസുകാരന്. അദ്ദേഹം പിന്നീട് തങ്കച്ചാൻ വന്നിടപെട്ടു, പറഞ്ഞു. അപ്പൊ അവന് കത്ത് എഴുതി, എന്നെ ആരാധനയ്ക്ക് വിടുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇനിയും വീട്ടിലേക്ക് വരത്തുള്ളൂ. അപ്പൊ നാട്ടുകാർ പറഞ്ഞ് കുഞ്ഞ് തല്ലി വന്ന് ബഹളം വെച്ചില്ലേ, അവന് തല്ലിക്കൊന്നതാണ്, തല്ലിക്കൊന്ന് കുഴച്ചിട്ടാണ്. പുള്ളിക്ക് പേടിയായി, ഇത് പോലീസ് കേസാകുമോ. അപ്പൊ ഈ പോലീസുകാർ വന്നൊന്ന് പേടിപ്പിക്കുകയും ചെയ്തു. നമുക്ക് ഇത്രയും ദിവസമായി അവൻ വന്നില്ല, ഇനിയും അവന് വരാതായി കഴിഞ്ഞാൽ അവൻ എവിടെയാണെന്ന് അറിയത്തില്ലെങ്കിൽ അച്ചായ നിങ്ങൾ കുടുങ്ങും. പുള്ളിക്ക് പേടിയായി. 13ാമത്തെ ദിവസം ഒരു കത്ത് കിട്ടി, നിങ്ങൾ എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ വരും. അത് തങ്കച്ചാനെ അറിയിച്ചാൽ, വടക്കിലെ തങ്കച്ചാനെ അറിയിച്ചാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. അറിയിച്ചു. ഞാൻ അപ്പോഴേ ഇവിടുന്ന് മാറി. എനിവേ പുള്ളി സമ്മതിച്ചു. അങ്ങനെ അപ്പനിഷ്ടമല്ല, പക്ഷേ ചർച്ചിൽ പോകാൻ അനുവാദം കിട്ടി. 13 ദിവസം
പുളിക്കീഴ് മോൻസിയുടെ വീട്ടിൽ ഒളിവിലായിരുന്നു. മോൻസി ഇന്ന് USA-ലാണ്. എനിവേ ഞാനിത് പറയാൻ കാര്യം, അങ്ങനെ പലരും വിശ്വാസത്തിൽ വന്നു. ഈ ബിജുവിന്റെ 2 സഹോദരന്മാർ എന്നോട് വളരെ ക്ലോസാണ്. ഏറ്റവും മൂത്ത ചേട്ടൻ റെജി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കോച്ചിങ് സെന്റർ നടത്തി. അവൻ അത് കഴിഞ്ഞ് ഇൻഡോറിലേക്ക് പോയി. അപ്പൊ എന്നെ വിളിച്ചോണ്ടിരിക്കുക വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻഡോറിലേക്ക് പിന്നീട് പോയി. ഇൻഡോറിലായിരിക്കുമ്പോൾ അവിടെ വെച്ച് ഈ റെജിയും മറ്റ് വേറൊരു സഹോദരന് ഷാജിയും രണ്ടുപേരും സ്ഥാനപ്പെട്ടു. ഇന്ന് അവർ രണ്ടുപേരും സുവിശേഷ വേലയിലാണ്. ഷാജി ICPF-ന്റെ സ്റ്റാഫായിട്ട് ഇപ്പോൾ ബാംഗ്ലൂരിലോട്ട്, ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് പോന്നു കഴിഞ്ഞ് BSc-ക്ക് പഠിക്കാൻ വേണ്ടി ഇൻഡോറിൽ വന്നതാണ്. BSc കഴിഞ്ഞ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി കിട്ടി. പിന്നീട് വിദേശത്ത് പോയി. എനിവേ നൗ ഹീസ് എ മിനിസ്റ്റർ ഓഫ് ദ ബേർഡ്. റെജി BEd ചെയ്തിട്ട് ഇൻഡോറിൽ വന്ന് സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. ഇൻഡോറിലെ ഏറ്റവും ഫേമസ് കോൺവെന്റ് സ്കൂളിൽ, സെന്റ് പോൾ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. അത് അവിടുത്തെ ആ സമയത്ത് ഞാൻ അവിടെ വന്നു. ഞാൻ ചർച്ച പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയാണ്. അങ്ങനെയാണ് റെജി സ്ഥാനപ്പെടുന്നത്. റെജിയും ഷാജിയും സ്ഥാനപ്പെട്ടു. ഇന്ന് അതിനുശേഷം റെജി കല്യാണം കഴിച്ച് ഒമാനിൽ പോയി, ഒമാനിൽ പോയി. അവിടെ ഒരു ചർച്ചിലെ പാസ്റ്ററായിരുന്നു. ഇപ്പോഴും ആ സഭയിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. എങ്കിലും ഞാൻ പറയുന്നത്, ഒരു സുവിശേഷാത്മാവിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളത് ഉണ്ടായിരുന്നു. പലരും വിശ്വാസത്തിൽ വന്നു. ഫ്രണ്ട്സും റിലേറ്റീവ്സും അങ്ങനെയുള്ളവരൊക്കെ അധികം എൻ്റെ അക്വൈൻറ്റൻസിലുള്ളവര്. ഞാൻ ഇൻഡോറിൽ വന്ന് അപ്പോൾ ഈ റെജിയുടെ ത്രൂ എനിക്ക് 2 ട്യൂഷൻസ് കിട്ടി. ഒരു ഇൻഡോറിലെ SP-യുടെ മകനെ പഠിപ്പിക്കാൻ, ഇന്ദർ സിംഗ് ചൗഹാൻ, ഇപ്പോഴും ഗവൺമെന്റ്, അദ്ദേഹം അന്ന് SP വീട്ടിൽ പോയി പഠിപ്പിക്കും. എനിക്ക് അന്ന് 250 രൂപ 300 രൂപ കിട്ടും. പിന്നെ വേറെ ഒരു വലിയ കമ്പനി ഉടമസ്ഥന്റെ മകളെ പഠിപ്പിക്കാൻ, അവള് 10ാം ക്ലാസ്സിൽ പഠിക്കും, മെഹത്ത ഫാമിലി, 400 രൂപ കിട്ടും എനിക്ക്. ഈ 650 രൂപ നല്ല അധികം സുഖമായി ചെയ്യും. ബാക്കി ഞാൻ അവിടുത്തെ ലോക്കൽ ചർച്ച്, അവിടുത്തെ ചർച്ച് ബോർഡിലെ പാസ്റ്റർ കൂടെ സമയം ചെലവഴിക്കും. വിസിറ്റിങ്ങിന് പോകും, പ്രാർത്ഥനയ്ക്ക് പോകും. ആ സമയത്ത് വേറെയും പലരും വിശ്വാസത്തിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നിയമത്തിലേക്ക് ജോലി കിട്ടിയത്. ഞാൻ നിയമത്തിലേക്ക് പോയി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇടയ്ക്ക് BSc ക്യാൻസൽ ചെയ്തു. 2-3 പ്രാവശ്യം എഴുതി. പക്ഷെ പഠിക്കാതൊക്കെ എഴുതിയത്, പാസ്സായില്ല. പക്ഷെ ഞാൻ നിയമത്തിൽ വന്ന് ജോലിക്ക് കയറി, സ്കൂളിൽ പഠിപ്പിക്കാൻ. അതിനുശേഷം ഞാൻ അവിടെ ആയിരുന്നപ്പോൾ അവിടുത്തെ നല്ലൊരു ചർച്ചാണ്. പാസ്റ്റർ KJ ബാബു, അദ്ദേഹം നാട്ടിലായി മരിച്ചുപോയ പാസ്റ്റർ TP വർഗീസിന്റെ ജ്യേഷ്ഠന്റെ മകനാണ്. അദ്ദേഹം നല്ല സുവിശേഷാത്മാവുള്ള ഒരു ദേവദാസനാണ് പാസ്റ്റർ KJ ബാബു. അദ്ദേഹം മുഖേനയാണ് പാസ്റ്റർ KC ജോൺ വിശ്വാസത്തിൽ വന്നത്. 13 വയസ്സുള്ളപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ അന്ന് അസോസിയേറ്റ് പാസ്റ്ററായിട്ട് പാസ്റ്റർ ജോയ് തോമസ്, അദ്ദേഹം ഇപ്പോൾ അറിയപ്പെട്ട ഒരു പ്രസംഗകനാണ്. IETയുടെ പ്രസിഡന്റൊക്കെ ആയിരുന്നു. അങ്ങനെ അവരെനിക്ക് മാർഗദർശനം തരികയും പിന്നെ അവർ സുവിശേഷ വേലയ്ക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും പലപ്പോഴും പ്രസംഗിക്കാനും അവരുടെയും വിസിറ്റിങ്ങിന് പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അവരെന്നെ പ്രാർത്ഥിച്ച് സുവിശേഷ വേലയ്ക്കായി പിന്നീട് വേർതിരിച്ചത് വിവാഹശേഷമാണ്. പിന്നെ ഞാൻ ആ സഭയിലെ അസിസ്റ്റന്റ് പാസ്റ്ററായി, ബൈബിൾ സ്കൂളിന്റെ ഇൻചാർജായി. സ്കൂളിൽ ഞാൻ സെക്കൻഡ്, അതായത് പ്രിൻസിപ്പൾ കഴിഞ്ഞ അടുത്ത സ്ഥാനം എനിക്ക് ഇൻചാർജായിട്ട് ഒന്ന് നോൺ ഷിഫ്റ്റിന് ചുമതല. പിന്നീട് ഹയർ ക്ലാസ് ഞാൻ പഠിപ്പിക്കുമായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ വിവാഹം കഴിച്ചു 1991-ൽ. ആ ദിവസങ്ങൾ നിയമിച്ചായിരുന്ന സമയത്താണ് എനിക്ക് നോർത്ത് ഇന്ത്യൻസ്, ഞാൻ ഇൻഡോറിലായിരുന്നപ്പോൾ മലയാളം ചർച്ചയിലാണ് പോകുന്നത്, ഹിന്ദി അത്ര ഇതില്ല. കാരണം എൻ്റെ ഉള്ളിൽ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യണം, നോർത്ത് ഇന്ത്യൻസിനോട് സുവിശേഷം പറയണം, ഇതൊക്കെയായിരുന്നു ആഗ്രഹം. ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ ഞാൻ മാറാനാഥ ക്രൂസൈഡ്, പാസ്റ്റർ ക്യാപ്റ്റൻ M. സാമുവൽ, അദ്ദേഹത്തിന്റെ ക്രൂസൈഡിൽ ഞാൻ പോകുമായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി ഒരു ഹിന്ദി പ്രസംഗം കേൾക്കുന്ന അവിടെ വെച്ച പാസ്റ്റർ MK ചാക്കോ, അദ്ദേഹം ഹിന്ദിയിൽ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു. അദ്ദേഹത്തെ അന്ന് പാസ്റ്റർ M. സാമുവൽ പറഞ്ഞത് വടക്കേ ഇന്ത്യയിലെ അപ്പോസ്തലൻ, പുള്ളി ഹിന്ദിയിൽ പ്രസംഗിച്ച് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം എൻ്റെ വല്യപ്പച്ചൻ്റെ ജ്യേഷ്ഠനാണ് പാസ്റ്റർ MK ചാക്കോ, ഡൽഹിയിൽ. അന്ന് പിന്നെ 85-ൽ അദ്ദേഹം മരിച്ചുപോയി നാട്ടിൽ വെച്ച്. ഞാൻ അവിടെ ഉള്ള സമയത്ത് മരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നെ ആദ്യമായി ഹിന്ദി കേൾക്കുന്നത്. പിന്നീട് ഞാൻ അവിടെ പോവുകയും പാസ്റ്റർ M. സാമുവേലിന്റെ കൂടെ ഹിമാചലിൽ നിന്ന് വരുന്ന ആളുകളെ,
അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ, ജമ്മുന്ന് വരുന്ന ഹിന്ദിക്കാരായിട്ടുള്ളവരോട് ഞാൻ പരിചയപ്പെടുകയും അവരിൽ പലരെയും ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ആഹാരം കൊടുക്കുകയും ഞങ്ങളുടെ മാതൃസഭയിൽ പ്രസംഗിക്കാനായിട്ട്, അവർ ഇംഗ്ലീഷിൽ പ്രസംഗിക്കും, ഞാൻ ഹിന്ദിയിൽ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്യും, എനിക്കറിയാവുന്ന മലയാളത്തിൽ നിന്ന്. എനിക്കൊരു അവർ താല്പര്യം, കത്തയക്കും, ഞാൻ കത്തയക്കും. ഞാൻ എൻ്റെ ചെറിയ ചെറിയ ദശാംശം എന്ന് പറയാൻ ഒക്കത്തില്ല, ദശാംശ സഭയിൽ, പക്ഷേ ഞാൻ കുറച്ച് പൈസയൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. എനിക്ക് എൻ്റെ പിതാവ് അയച്ചിരുന്ന പണത്തിൽ നിന്ന് തുച്ഛമായ പണം ഞാൻ അയച്ചു തരുമായിരുന്നു. ക്യാപ്റ്റൻ ഷാംബുലിനെ പിന്നീട് എൻ്റെ ഫാദർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മീൻസ് ചെറിയ എമൗണ്ട് എല്ലാ മാസവും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിത് പറയാൻ കാര്യം, എനിക്ക് ആ വടക്കേന്ത്യൻ ഒരു സീല് നോർത്തിൽ സുവിശേഷ വേല ചെയ്യണം, ഹിന്ദി ബൈബിള് ആവശ്യപ്പെടുകയും വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ പാസ്റ്റർ തിമോത്യോസ് ബഹൽ എന്ന ദേവദാസൻ, അദ്ദേഹം ആർമി ക്യാപ്റ്റൻ ആയിരുന്നു. ഹിമാചൽ പ്രദേശിലെ കാംഗ്രായിലെ അദ്ദേഹത്തിന് ശുശ്രൂഷ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഷാംബുലിലൂടെ വന്ന് ഞാൻ അദ്ദേഹത്തോട് പലപ്പോഴും സംസാരിക്കുകയും സഭയിൽ ഇപ്പോൾ കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടുവന്ന് ആഹാരം കഴിക്കും. അന്ന് ബാച്ചിലറായിരുന്നു. പിന്നീട് അദ്ദേഹം കല്യാണം കഴിച്ചു. അദ്ദേഹത്തിന്റെ വൈഫ് അനിത ഒറീസായിൽ നിന്ന്, പഞ്ചാബിയ, അവരെല്ലാം പഞ്ചാബി ഹിന്ദു കൺവേർട്ട്സാ. അനിതയുമായും വീട്ടിൽ വന്ന് ആഹാരം കഴിക്കുകയും സഭയിൽ പ്രസംഗിക്കുകയും സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വർഷം മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1-2 വർഷം മുമ്പ് ഞാൻ കങ്കരായിൽ പോയിരുന്നു, അവരെ കാണുകയും ചെയ്തു. പല പ്രാവശ്യം ഈ തിമോത്തിയോസ് ബഹൽ ഇവിടെ വന്നിട്ടുണ്ട്, നീമച്ചിലായിരുന്നപ്പോൾ വന്നിട്ടുണ്ട്, ഉജ്ജയിനിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ പ്രായമായി 76 years ഉണ്ട്. ഞാൻ പറയാൻ കാര്യം, ഇങ്ങനെ ഞാൻ സുവിശേഷ വേലയോട് ബന്ധപ്പെട്ട് വടക്കേന്ത്യയിലെ, എനിക്ക് നാട്ടിലായിരുന്നപ്പോഴും താല്പര്യമുണ്ടായിരുന്നു. നൂറുദ്ദീൻ നെഹമ്യ അറിയാമല്ലോ, മണക്കാല പഠിക്കുമ്പോൾ ഞാൻ അവിടെ പോകുമായിരുന്നു. അദ്ദേഹവുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തെയും ഭാര്യ സിബിയെയും വീട്ടിൽ വിളിച്ച് ഞാനും ആഹാരം കൊടുക്കുകയും സഭയിൽ പ്രസംഗിപ്പാനൊക്കെ ഞാൻ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നീട് നോർത്ത് ഇന്ത്യയിൽ വന്നതിന് ശേഷവും ഞാൻ ഒരു പ്രാവശ്യം കൺവെൻഷൻ വിളിക്കുകയും ചെയ്തു അദ്ദേഹത്തെ. ജെയിംസ് റാമുമായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യങ്ങളാണ്. അങ്ങനെ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം, നീമച്ചിൽ വന്നതിന് ശേഷം, മധ്യപ്രദേശിൽ നീമച്ചിൽ വന്നതിന് ശേഷം ഞാൻ ഹിന്ദിക്കാരുടെ ഇടയിലേക്ക് ഞാൻ പതുക്കെ മൂവ് ചെയ്തു. CNA-കാരായിട്ടുള്ള ഹിന്ദിക്കാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായി. അങ്ങനെ ഹിന്ദിക്കാരുടെ ഇടയിൽ വർക്ക് ഞാൻ തുടങ്ങിയായിരുന്നു. എൻ്റെ വീട്ടിൽ എല്ലാ വെനസ്ഡേയിലും ഈവനിങ്ങിൽ പ്രയർ വെക്കുമായിരുന്നു. അവരുമായിട്ട് പലപ്പോഴും അവധിയുള്ളപ്പോൾ സൈക്കിളിൽ ഗ്രാമങ്ങളിൽ ട്രാക്ടർ കൊടുക്കാൻ പോകുമായിരുന്നു. കുറച്ച് റൊട്ടി പാക്ക് ചെയ്യും. പിന്നെ ഇവിടെ ഇതൊക്കെ ഒത്തിരി സ്ട്രോങ് സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് അടിയെ കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ ഏറ്റവും പഴയ പാൻറ്റും പഴയ ഷർട്ടും ഇട്ടുകൊണ്ട് പോകുന്നത്. അടി കിട്ടിയാലും നല്ല കീറിപ്പോവല്ലേ, അതൊന്നും അധികം ഇല്ലല്ലോ. നല്ല തുണിയാണ്, കീറിപ്പോകും. അതുകൊണ്ട് ഞാൻ പഴയ പാൻറ്റും പഴയ ഷർട്ടും, വാച്ച് കിട്ടത്തില്ല, ഞങ്ങൾ സൈക്കിൾ ചവിട്ടി പോകും. അങ്ങനെ ട്രാക്ട് കൊടുക്കും. മോർബി പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടില്ല ആ സമയങ്ങളിൽ. ചുറ്റുപാടുമുള്ള നീമച്ചിൽ നിന്ന് 24 കിലോമീറ്റർ ദൂരെയുള്ള മോർബനിലൊക്കെ ഞാൻ സൈക്കിളിൽ പോയിട്ടുണ്ട്. എന്നിട്ട് വഴിക്ക് ഇരുന്ന് ആഹാരം കഴിക്കും, തിരിച്ചു വരും. ഹിന്ദിക്കാരുടെ ഇടയിലുള്ള വർക്ക് അവിടെ തുടങ്ങി. പിന്നീട് കുംഭമേള, ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞ് അവരെന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഈ ദേവദാസന്മാര്, എൻ്റെ സീനിയർ പാസ്റ്റേഴ്സ്, അവരെന്നെ വേർതിരിക്കുകയും ചെയ്തു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബാബു പാസ്റ്റർ പിതംബൂർ നീമച്ചിൽ നിന്ന് ഹോൾ നൈറ്റ് യാത്ര ചെയ്ത്, ശനിയാഴ്ച വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് ഹോൾ നൈറ്റ് രാത്രി മുഴുവൻ യാത്ര ചെയ്ത്, അത് പഴയ വണ്ടിയാണ്, MP റോഡ്വേസ്, മധ്യപ്രദേശ് റോഡ്വേസിന്റെ, അതിങ്ങനെ പാട്ട വണ്ടിയാണ്. അപ്പൊ കയ്യിൽ തീപ്പട്ടിക്കോടും ചെറിയ ഈ എന്താ പറയുന്ന നൂൽക്കമ്പി അതൊക്കെ ആയിട്ടാണ് കയറുന്നത്. കാരണം ഈ അടവെക്കാന്, ഈ എന്താ പറയുക, ഗ്ലാസ്സിനൊക്കെ അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കും. അപ്പൊ ഗ്ലാസ്സിനെ കയറ്റി വെക്കാനും, നമ്മൾ അടച്ചാലും പിന്നെയും തണുത്ത കാറ്റല്ലേ, അത് തുറക്കും. അപ്പോൾ അതുമായിട്ട് കയറി ഞങ്ങൾ യാത്ര ചെയ്ത് രാവിലെ അവിടെ എത്തും. പിതംബൂരിലെ ഹൗസിംഗ് ബോർഡ് കോളനിയിൽ പോയി മീറ്റിംഗ് നടത്തി, ഹൗസ് വിസിറ്റിംഗ് ചെയ്ത് ഞായറാഴ്ച രാത്രി തിരിച്ചു വരും. ഇവിടെ വന്നു തിങ്കളാഴ്ച പിന്നെയും സ്കൂളിൽ പോവുക. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ്. അവിടെ നിയമിച്ചിട്ടുള്ളപ്പോഴും ഞാൻ ഈ പുതിയ ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് പ്രത്യേക കഴിവായിരുന്നു. പുതിയ ആളുകൾ ഞാൻ പോയി അങ്ങോട്ടും, എല്ലാവർക്കും ഒക്കത്തില്ലല്ലോ, ഞാൻ പോയി പേരൊക്കെ ചോദിച്ച് സംസാരിച്ച്, അങ്ങനെ പല ആളുകൾ അവിടെ ടാറ്റയുടെ സാങ്കി മോട്ടോഴ്സിൽ മാനേജറായി വന്ന ഒരു എബി ചാണ്ടി, ഇങ്ങനെ ഒരു മലയാളി വന്നത് കേട്ടപ്പോൾ ഞാൻ പോയി, അദ്ദേഹം വ്യാപാരക്കാരൻ ഞങ്ങളുടെ,
ഞാൻ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ വിസിറ്റ് ചെയ്ത്, ഞാൻ വൈഫും കൂടെ വിസിറ്റ് ചെയ്തു. പിന്നെ ചർച്ചിലേക്ക് വിളിച്ചു. പിന്നെ അദ്ദേഹം ചർച്ചിൽ വരാൻ തുടങ്ങി. അപ്പം പിന്നെ അങ്ങനെ ഞാൻ ആക്റ്റീവായി. എൻ്റെ ആഗ്രഹം എല്ലാവരും വിശ്വാസത്തിൽ വരണം. ഞാൻ പറഞ്ഞില്ല, ഇൻഡോറിലായിരുന്നു. അപ്പൊ അന്ന് എൻ്റെ കസിൻസും എൻ്റെ റിലേറ്റീവ്സ്, ഡിസ്റ്റന്റ് റിലേറ്റീവ്സ്, അവർ വിശ്വാസത്തിൽ വന്നു, സ്നാനപ്പെട്ടു. കൂടെ താമസിച്ച വേറെ ഒരു തൃശ്ശൂർക്കാരൻ വർഗീസ്, പിന്നെ ഒരു അച്ഛൻ കുഞ്ഞെന്ന് കട്ടടുകാരനാണ്, പുള്ളിയും സ്നാനപ്പെട്ടു. അവരൊക്കെ പിന്നീട് വിശ്വാസത്തിൽ സ്ട്രോങ് ആയിട്ട് ഇന്നും ബന്ധുക്കോസ്റ്റാണ്. പറയാൻ കാര്യം, എൻ്റെ ഉള്ളിലൊരു ഒരു സുവിശേഷാത്മാവ് വന്നുണ്ടായിരുന്നു. KM തോമസിന്റെ വിശ്വാസം, എൻ്റെ അനിയൻ വിശ്വാസം. എൻ്റെ അനിയൻ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞ് ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് പുള്ളിയുടെ റൂംമേറ്റ് ഒരു നേപ്പാളിയ ബ്രാഹ്മിൻ, അരുണാചലില് അവന്റെ പിതാവിൻ ജോലിയാ, അവന്റെ അപ്പന് പൂജാരിയൊക്കെ ആയിരുന്നു, ദേവ് കുമാർ ഛത്രി. അദ്ദേഹത്തോട് അപ്പൊ അവനെ വിളിക്കുകയും, അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു, ഇവൻ സിവിലായിരുന്നു. ഇവനൊന്നിച്ച് ഇവനെ വിളിച്ചുകൊണ്ട് പോകും ഡൽഹിയിലെ അപ്പച്ചന്റെ ചർച്ചില്, പാസ്റ്റർ MK ചാക്കോയുടെ ചർച്ചില്. അപ്പൊ ഈ പിള്ളേർക്ക് ഹോസ്റ്റലിലെ ആഹാരമൊക്കെ കഴിച്ച് മടുക്കത്തില്ലേ, അപ്പം അവിടെ അപ്പച്ചൻ അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി ആഹാരം കൊടുക്കും. അപ്പൊ അവർക്ക് വലിയ സന്തോഷം, നല്ല ഫുഡ് കിട്ടുമല്ലോ, അത് ഹിന്ദി ഫുഡ്. അപ്പച്ചന്റെ ഭാഷയും ഹിന്ദിയാണ്, അപ്പച്ചന്റെ മക്കളും ഹിന്ദിയാ പറയുന്നത്, ഹിന്ദി ആഹാരം അവിടെ. അപ്പം അമ്മച്ചി മരിച്ചുപോയി. എനിവേ അത് കഴിച്ചേച്ച് മോൻസി ദേവ് കുമാർ ഛത്രിയും തിരിച്ചു വരും. ഒരു ദിവസം പീറ്റർ യോങ്ക്രീന്റെ ഒരു വലിയ ക്രൂസൈഡ് നടക്കുമ്പോൾ മോൻസി ഈ ഛത്രിയെ പിടിച്ചുകൊണ്ട് പോയി. അവൻ അവിടെ വെച്ച് ഈ അത്ഭുതങ്ങൾ കണ്ടു. രോഗികൾ സൗഖ്യമാക്കുന്നത്, കണ്ണില്ലാത്തവർ കാഴ്ച, അങ്ങനെ പല അത്ഭുതങ്ങൾ കണ്ടു. തിരിച്ച് വീട്ടിൽ വന്ന് അവൻ അന്ന് രക്ഷിക്കപ്പെട്ടു. പിന്നീട് പുള്ളി ചർച്ചിൽ പോകാൻ തുടങ്ങി. പിന്നീട് ഞാൻ ഈ പഠിക്കുന്നത് മണക്കാലായി വന്ന് PTH 1985 ഞാനാണ് അന്ന് അവനെ കൊണ്ട് അദ്ദേഹം ഇന്ന് നേപ്പാളിലെ ഒരു അറിയപ്പെട്ട സീനിയർ പാസ്റ്റർ ഇപ്പം മണക്കാല ബൈബിൾ കോളേജിൽ കൊണ്ടാക്കി. അപ്പോൾ ഞാനന്ന് തോമസ് തപ്പയിലേക്ക് ഇട്ടു. എനിവേ ഛത്രി അവിടെ പഠിച്ചു. TG കോശി സാറുമായിട്ട് അതെനിക്ക് പരിചയമുള്ളത് ഞാൻ പറഞ്ഞു. താമസിച്ചാണ് വന്നത്, അഡ്മിഷൻ കിട്ടി, ഛത്രി അവിടെ പഠിച്ചു. പിന്നീട് മോൻസി മുഖേന വേറെ 3 പേര്, ഒരു തമിഴ് ബ്രാഹ്മിൻ, ഒരു വ്യക്തി, കന്നഡ മൈസൂറുകാരൻ ഒരു വിജയാനന്ദ്, അവര് വിശ്വാസത്തിൽ വന്നു. ഈ വിജയാനന്ദ് പിന്നീട് ഇപ്പോഴും വിശ്വാസിയാണ്. പക്ഷെ ഭാര്യ ഹിന്ദുവിനെ, വീട്ടിലെ പ്രഷർ കാരണം ഹിന്ദുവിനെ കല്യാണം കഴിച്ചു. അവര് ഭാര്യയും മോളും ഇപ്പോഴും, ഒരു മോളേ ഉള്ളൂ, ഇപ്പോഴും അവര് ഹിന്ദുക്കളാണ്. പക്ഷെ ഇവൻ നല്ല വിശ്വാസിയാണ്. ഞാനിത് പറയാൻ കാര്യം, ഈ അനിയനും മൂലം ഒരു തമിഴ് ബ്രാഹ്മൺ നാരായണൻ ഇപ്പോൾ ആഗ്രയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്, പുള്ളി വിശ്വാസത്തിൽ വന്നു. അങ്ങനെ ഒരു സുവിശേഷ ആത്മാവ് ദൈവം എനിക്ക് തന്നു. ഞാനിവിടെ നിയമത്തിന് ശേഷം 1992 കുംഭമേള നടക്കുമ്പോൾ ആ സമയത്ത് ഇവിടെ IIT ഒരു സിംഹസ്ത് സുസമാചാർ സമിതി, സിംഹസ്ത് മേള എന്നാ പറയുന്നത്, അങ്ങനെ ഇതുണ്ടാക്കി. അങ്ങനെ ആ കുംഭമേളയിലെ സുവിശേഷ പ്രവർത്തനം ചെയ്യുവാൻ ഇടയായി. ആ സുവിശേഷ പ്രവർത്തന നിമിത്തം 2 സന്യാസിമാർ സ്ഥാനപ്പെട്ടു, കുറച്ച് ഹിന്ദുക്കൾ സ്ഥാനപ്പെട്ടു. അങ്ങനെ ചെറിയൊരു കൂടിവരവ് ഇവിടെ ഉജ്ജയിൻ തുടങ്ങി. ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു കുടുംബമായിട്ട്. അങ്ങനെ 92 ഇടയ്ക്കിടയ്ക്ക് വരും. ജോയ് തോമസ് പാസ്റ്ററാണ് അതിന് മെയിൻ കാരണക്കാരൻ, അദ്ദേഹം വരും. ഞങ്ങൾ തുടങ്ങി. പിന്നെ 93 ജൂൺ 17 ഞാനും എൻ്റെ ഭാര്യയും, അന്ന് 10 മാസം പ്രായമുള്ള 9 മാസം പ്രായമുള്ള ഞങ്ങളുടെ മൂത്ത മകളുമായിട്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നു. 93 ഓൺവേർഡ്സ് ഞങ്ങൾ ഇവിടെ വർക്ക് തുടങ്ങി. ടഫ് ഏരിയ ആയിരുന്നു. പക്ഷെ ഇന്നും ഈ ഉജ്ജയിൻ നമുക്കറിയാമല്ലോ, സിറ്റി ഓഫ് ടെമ്പിൾസ്, 6000-ൽ പരം അമ്പലങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് 2 സഭകളുണ്ട്. നാഗ്ദയിലും വർക്ക് തുടങ്ങിയായിരുന്നു, പിന്നീട് റബ്ലാമിൽ തുടങ്ങി, ഇപ്പൊ സഭയുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ 200-ന് മുകളിൽ ഞങ്ങൾക്ക് പാസ്റ്റേഴ്സ് ഉണ്ട്, 5 ഡിവിഷൻസ് ആയിട്ട്. അത് IIT മുഖേന ആളുകളെ അയക്കുകയും സഹായിക്കുകയും ചെയ്ത നിമിത്തം. പക്ഷെ ഞാൻ അതിന് ലീഡർഷിപ്പ് കൊടുത്തു, വേറെ അനേക ദൈവദാസന്മാരെ ഇവിടെ അയക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇപ്പൊ ജാബുവ ഡിവിഷൻസ് ഉണ്ട്. ജാബുവ ഡിവിഷൻസ് പറയും, ജാബുവ ഡിവിഷൻ, ഇൻഡോർ, സേന്ദുവ, ചോപ്ര, അങ്ങനെ ഗുജറാത്തിന്റെ കുറെ സ്ഥലങ്ങളിൽ വർക്കുണ്ട് നമുക്ക്, ദാഹോദ് ആ ഭാഗങ്ങളിൽ. പിന്നെ
ഭൂകമ്പം ഉണ്ടായപ്പോൾ ഭുജ്, അഞ്ചാർ ആ ഭാഗത്തും മുന്ദ്ര, ഗാന്ധിധാം, മുന്ദ്ര, അഞ്ചാർ ആ ഭാഗത്തും പ്രവർത്തനമുണ്ട്. അവിടെ പാസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ബാഡ്മേർ, രാജസ്ഥാന്റെ മരുഭൂമിയിൽ നമുക്ക് നല്ല സഭയുണ്ട്. 150 മെമ്പേഴ്സ് വന്ന് എല്ലാം ലോക്കൽ പാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന എൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ, ഈ സഭകളെ ഞാൻ മനസ്സിലാക്കിയത്, ഈ ആളുകൾ വിശ്വാസത്തിൽ വരുന്നു. പി ജി വർഗീസ് ഒരു നല്ലൊരു മോട്ടിവേറ്ററാണ്. എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് പി ജി വർഗീസ് അങ്കിളാണ്. പി ജി വർഗീസ് അങ്കിൾ ഒരു നല്ല മോട്ടിവേറ്ററാണ്. അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യും ആളുകളെ. അദ്ദേഹം പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ജീവിതം തന്നെ ഒരു മോട്ടിവേഷനാണ്. സിമ്പിൾ ലൈഫ്. അദ്ദേഹം പറയും, 6 മാസത്തിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് വലിയ ആവശ്യമില്ല, അത് ആർക്കെങ്കിലും കൊടുക്കുക. വിന്റർ ക്ലോത്ത് ഒഴിച്ച്, തണുപ്പ് വസ്ത്രം നമുക്ക് എല്ലാ വർഷവും വേണമല്ലോ, അതൊഴിച്ച് ബാക്കി ക്ലോത്ത്സ് ആയാലും എന്ത് സാധനവും വീട്ടുപകരണങ്ങളെ 6 മാസമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ആവശ്യമില്ല. കഴിഞ്ഞ 6 മാസം നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അത് ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുക്കുക. പണം കൊടുക്കുന്ന വിഷയത്തിലും ഒക്കെയും എന്നെ കൂടുതലും പ്രേരിപ്പിച്ചത് അങ്കിളുടെ സാക്ഷ്യങ്ങളും ജീവിതവുമാണ്. പി ജി വർഗീസ് അങ്കിളുടെ ഡിസിപ്ലിൻ, സിമ്പിൾ ലൈഫ്, പിന്നെ അതിനേക്കാൾ കൂടുതൽ സുവിശേഷപരമുള്ള താല്പര്യം, ഇതൊക്കെ എന്നെ പ്രേരിപ്പിക്കുകയും അങ്ങനെ അങ്കിൾ ഒരു ഗോൾ കൊടുക്കും. 1990 200 സഭകൾ. അത് സാധിച്ചു. പിന്നെ പറഞ്ഞു, ബൈ 2000 വി ഷുഡ് ഹാവ് 2000 ചർച്ചസ്. 2000 ആകുമ്പോൾ 2000 സഭകൾ. അതും സാധിച്ചു. അതിനുശേഷം 2003-2004 ആയപ്പോൾ അദ്ദേഹം പതുക്കെ പ്രസിഡന്റ്ഷിപ്പിന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. ജോയ് തോമസ് പാസ്റ്റർ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു എടുത്തപ്പോൾ 2005 തോന്നുന്നു, നോക്കിയപ്പോൾ 1200 സഭകളെ ഉള്ളൂ. അപ്പൊ കുറെ സഭകൾ എവിടെ പോയി? അപ്പോഴേക്കും അദ്ദേഹം 2000 ഗോൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ബൈ 2010, 10 വർഷം കൊണ്ട് 7777 ചർച്ചസ് വേണം. പക്ഷേ സഭകൾ ഇപ്പൊ കുറഞ്ഞിരിക്കുന്നു. 2005 ഞങ്ങൾ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത്, സഭകൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ സഭകളൊക്കെ ഉണ്ടാകും. പക്ഷെ സഭകളെ നമ്മൾ പരിപാലിച്ചില്ലെങ്കിൽ, നർച്ചർ ചെയ്തില്ലെങ്കിൽ സഭകള് മുൻപോട്ട് വളരത്തില്ല. മാത്രമല്ല, ഒരു മിഷൻ ഓറിയന്റഡ് ചർച്ചിന്റെ കീഴിൽ സഭകൾ അധികം നാള് വളരാനൊക്കത്തില്ല. അതുകൊണ്ട് ചർച്ച് ട്രസ്റ്റ് ഉള്ള ഒരു ഇത് വേണം. അങ്ങനെ ഞങ്ങൾ ബേർഷേബ ചർച്ച് ഫോൺ ചെയ്തു. ചർച്ചിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ 3 സിറ്റിങ്ങിലായിട്ട് 1.5 വർഷം എടുത്തു. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷെ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. ബേർഷേബ ചർച്ചിനെ ഫോക്കസ് ചെയ്തു. അങ്ങനെ ബേർഷേബ ചർച്ചിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് 3 ടേമിൽ ഞാൻ ഇരുന്നു. അതിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നു. പിന്നീട് ഒരു അത്യാവശ്യ സമയത്ത് ഇടക്കാല ഇന്റർവീം എന്ന നിലയ്ക്ക് ഇന്റർവീം പോസ്റ്റിംഗ് ആയിട്ട് ഞാൻ I20 പ്രസിഡന്റ് ആയിട്ടിരുന്നു വെച്ചാണ്. അത് പിന്നീട് എബി വർഗീസ് ഫുൾ പ്ലഞ്ച് ചാർജ് എടുത്ത് ഞാൻ മാറുകയും ചെയ്തു. പിന്നീട് കുറച്ച് നാൾ കൂടി ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഞാൻ റിസൈൻ ചെയ്തു. എൻ്റെ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറയുന്നത് ചർച്ചുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ട്രോങ് ലോക്കൽ ചർച്ചസ്. ഇതാണ് ഒരു ചർച്ചിന്റെ ഞാൻ ആഗ്രഹിക്കുന്നത്, സ്ട്രോങ് ലോക്കൽ ചർച്ചസ്. ഇന്ന് നമ്മളെല്ലാവരും, എല്ലാ മിഷൻസും ഫണ്ട് റേസ് ചെയ്ത് പാസ്റ്റേഴ്സിനെ സഹായിക്കുക. എത്ര നാള് ഇവരെ നമ്മൾ പഠിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് സെൽഫ് സപ്പോർട്ടിങ് ആക്കണം. ഹെൽത്തി ചർച്ച് എന്ന് പറയുന്നത് സെൽഫ് സപ്പോർട്ടിങ്, സ്വയം പര്യാപ്തത, സെൽഫ് പ്രൊപ്പഗേറ്റിംഗ്, സ്വയമായിട്ട് പ്രചാരപ്രസാരം ചെയ്യണം. ആൻഡ് സെൽഫ് ഗവേണിങ്, ഒരു കമ്മിറ്റി വേണം. ആ കമ്മിറ്റി വേണം ചർച്ചിനെ ഭരിക്കുവാൻ. പിന്നെ ഞാൻ അതിനോട് ചേർത്ത് വേറൊന്നുകൂടെ ഞാൻ വെച്ചു. അതായത് മിഷൻ സെന്റേർഡ്, മിഷൻ കോൺസെപ്റ്റ് വേണം. എല്ലാ സഭകളും കേവലം പ്രചാരപ്രസാരം ചെയ്യുന്നു. പ്രചാരപ്രസാരം മീൻസ് സുവിശേഷം പ്രചരിപ്പിക്കുന്നു, പ്രസംഗിക്കുന്നു. സുവിശേഷമായിട്ട് സഭ ചെയ്യണം. പക്ഷേ ഏതെങ്കിലും ഒരു മിഷനറിയെ സപ്പോർട്ട് ചെയ്യണം. ഒരു മിഷൻ സെന്റേർഡ് ആയിരിക്കണം. അങ്ങനെ ഞാൻ പഠിപ്പിച്ചു. ചർച്ചുകൾ, ധാരാളം ചർച്ച് സെൽഫ് സപ്പോർട്ടിംഗ് ആയി. ഇനി ഞങ്ങളുടെ പല സഭകളും, ഉജ്ജയിനിലെ സഭ സെൽഫ് സപ്പോർട്ടിംഗ് ആണ്. പാസ്റ്റർക്ക് ശമ്പളം കൊടുക്കുന്നത് ഞങ്ങളാണ് കൊടുക്കുന്നത്. വെളിയിൽ നിന്ന് ഒരു പൈസയും വരുന്നില്ല വർഷങ്ങളായി. പക്ഷേ ഞാനിപ്പോൾ പഠിപ്പിച്ചു, വി ഷുഡ് സപ്പോർട്ട് അനദർ ചർച്ച്. ഉജ്ജയിന് വേറെ ചർച്ച്, ചെറിയ ചർച്ച. ആ ചർച്ചിന് മാസം 5000 രൂപ കൊടുക്കുന്നത് ഈ സഭയാണ്.
ഉജ്ജയിൻ ചർച്ച് വലിയ പണക്കാരൊന്നുമില്ല. റത്ലാം ചർച്ച് സെൽഫ് സപ്പോർട്ടിംഗ് ചർച്ചാണ്. പിതമ്പൂർ ചർച്ച് സെൽഫ് സപ്പോർട്ടിംഗ് ചർച്ചാണ്. ചോട്ടിക്കോട് ചർച്ചുണ്ട്. ഏകദേശം 300ഓളം ആളുകൾ വരും. എല്ലാ ഹിന്ദുക്കളാണ്, എല്ലാ ഹിന്ദിക്കാര്, ഒറ്റ മലയാളിയില്ല. പക്ഷെ 3 മിഷനറിമാരെ സഹായിക്കുന്നു, 3 പാസ്റ്റേഴ്സിനെ ഇപ്പൊ സഹായിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് മിഷൻ ഫോക്കസ്ഡ് ആയിരിക്കണം, മിഷൻ സെന്റേർഡ് ആയിരിക്കണം എല്ലാ സഭകളും. നമുക്ക് സെൽഫ് സപ്പോർട്ടിംഗ് ആയാൽ മാത്രം പോരാ. വാട്ട് ഐ ബിലീവ് ഈസ് the 70% of our money, ഇൻകം അല്ല, ആഫ്റ്റർ ഓൾ ദ എക്സ്പെൻസസ് മിച്ചം വരുമല്ലോ തീർച്ചയായും എല്ലാ സഭകളും. 70% ഷുഡ് ഗോ ടു ദ മിഷൻസ്. അത് പഠിപ്പിക്കുക. അപ്പം ചർച്ചിനെ കുറിച്ച് ഒരു വലിയ കാഴ്ചപ്പാടിരിക്കുന്നു. ഞാൻ എപ്പോഴും ഹിന്ദി പറയും, അനാദി കാൽ സെ परमेश्वर के हृदय में छिपी हुई एक भेद है कलीसिया. ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമാണ് ദൈവസഭ. അപ്പൊ ആ ദൈവസഭ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ചർച്ച് പ്ലാന്റ് ചെയ്തിട്ട് വിടുവാനല്ല. ഈ പ്ലാന്റഡ് ചർച്ചിലെ ഓരോ വിശ്വാസിയും സ്വർഗത്തെത്തണം. അതായിരിക്കും നമ്മുടെ ലക്ഷണം. അതിനുള്ള ഉപവാസ പ്രാർത്ഥനകൾ, ബൈബിൾ ക്ലാസ്സുകൾ, അവരെല്ലാം മെച്യൂരിറ്റിയിലേക്ക് വളർത്തണം. ക്രിസ്തുവെന്ന തലയോളം വളരണം. ആ ടീച്ചിങ് കൊടുക്കുക. ഓരോ സഭകളും അങ്ങനെ വളരുവാൻ വേണ്ടി. അപ്പൊ അതിനുവേണ്ടി ഞാൻ മന്ത്ലി പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് അവരുടെ ജീവിതം. അതായത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, the greatest strength of a believer, of a Christian, is holiness and separation. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പണമല്ല. പണം നല്ല കാര്യമാണ്, വിദ്യാഭ്യാസം നല്ല കാര്യമാണ്, പക്ഷേ വിശുദ്ധിയും വേർപാടും. വടക്കേ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് കാണുന്ന കാര്യം ഇതാണ്. അവർ ആടും പാടും ബൈബിൾ ക്ലാസ് അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുമ്പോഴേക്കും ആളുകളോ. നോർത്ത് ഇന്ത്യ ഞാൻ കണ്ടുവരുന്ന കാര്യം, ഞാൻ ഗ്രാമങ്ങളിൽ പോകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് പാട്ടുണ്ട്, ആട്ടം, എല്ലാം ഇഷ്ടം. ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യും. ഞങ്ങളുടെ സഭകളിലൊക്കെ വന്നാൽ ആളുകൾ ശരിക്കും ഡാൻസ് ചെയ്യും. അതുപോലെ അത്ഭുതം തോന്നും. സ്വർഗം ഇറങ്ങി വരുന്ന ആരാധനയാണ്. പക്ഷേ വചനമില്ല. ഈ പ്രത്യേകിച്ച് ട്രൈബൽസ് ഇടയിലാണെങ്കിൽ അവർക്ക് എത്തിക്സ്, മൊറാലിറ്റിയെ കുറിച്ച് ഭയങ്കരമായിട്ട് ഉള്ള കോംപ്രമൈസിങ് ആണ്. വ്യഭിചാരം ഒരു വലിയ പാപമല്ല, മോഷണം പാപമല്ല, അതൊക്കെ ജസ്റ്റ് തെറ്റല്ല, പാപം. വേറെ അത് ഞാൻ ഒരു കൃത്യ ഉദാഹരണം പറയുവാൻ സ്വത്തുകൾ എടുക്കുക, പല വിഷയങ്ങൾ. കള്ളം പറയുന്നത് ഇറ്റ്സ് എ കൂൾ തിങ്. നമ്മുടെ വിശുദ്ധി എവിടെ നിൽക്കുന്നു? വിശുദ്ധിയോടെ ജീവിക്കുവാൻ വേണ്ടി. കേവലം സഭയിൽ വന്നുകൊണ്ടായില്ല. സഭയിൽ എണ്ണം കൂട്ടിയോണ്ട് ഞാൻ പറയും, കുർസി ഗരം കറങ്ങിട്ട് കോഴി ജറുവത്തി. ഇവിടെ വന്ന് കസര ചൂടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ വ്യത്യാസം വേണം. നമ്മൾ ട്രാൻസ്ഫോംഡ് ആയിട്ട് ക്രിസ്തു എന്ന തലയോളമാകണം. BCG ചട്ടബോർഡിന്റെ വിഷൻ എന്ന് പറയുന്നത് പരിവർത്തിത് കലീസിയ के माध्यम से समाज में परिवर्तन की കൽപ്പന करना. അപ്പം അതായത് നമ്മളുടെ ജീവിതത്തിൽ രൂപാന്തരം പ്രാപിച്ച്, നമ്മളുടെ സഭയിൽ രൂപാന്തരം പ്രാപിച്ച്, ആ രൂപാന്തരം, ആ ട്രാൻസ്ഫോർമേഷൻ സമാജിലേക്ക്, സമൂഹത്തിലേക്ക് വ്യാപരിച്ച് അവരെയും രൂപാന്തരപ്പെടുത്തണം. എങ്ങനെ? ക്രിസ്തുവിന്റെ. അത് നമ്മുടെ ജീവിത വിശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടിയും വഴക്കും ചീത്തവിളിയും എന്തുമാകാമെന്നുള്ള പലപ്പോഴും സഭകൾ ഇന്ന് വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലായി തുടങ്ങി. നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കുക, വിശുദ്ധി, വേർപാട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ എക്സാമിനേഷൻ ഞാൻ ക്യാൻസൽ ചെയ്ത് പിന്നീട് ഞാൻ എഴുതിയെടുത്തു. ഞാൻ MA ഒക്കെ എടുത്ത് MEd ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. അതിനുശേഷം ഞാൻ സ്കൂൾ നടത്തുന്നുണ്ട്. CBSE സ്കൂൾ അഫിലിയേഷൻ ഉള്ള സ്കൂളാണ്. അധികം സ്ട്രെങ്ത് ഇല്ല, ഓർഫനേജ് ഉണ്ട്. എൻ്റെ അനിയൻ, വിദേശത്തുള്ള എൻ്റെ അനിയനാണ് പണം തന്നത്. അതിന് കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയപ്പോൾ, സെക്കൻഡ് ഡെലിവറിക്ക് മുമ്പായിട്ട് മരിച്ചുപോയി. 6 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ഓപ്പറേറ്റ് ചെയ്ത് കുഞ്ഞിനെ എടുത്ത് പുള്ളിക്കാരി പോയി. അത് അവൻ സ്വിറ്റ്സർലാൻഡിൽ വെച്ച സംഭവം. പക്ഷെ വല്ലാതെ അവനെ വല്ലാതെ ഒരു ഇതായിപ്പോയി. ആ മരണത്തിന് ശേഷം
അവന് ചില തീരുമാനങ്ങൾ എടുത്തു. എൻ്റെ മക്കൾക്ക് അമ്മയില്ല, അതുപോലെ അമ്മയില്ലാത്ത അപ്പനില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അവനിക്ക് പണം തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പണം തന്നാൽ അതങ്ങ് തീർന്നു പോകും. പക്ഷെ ഒരു സ്കൂൾ തുടങ്ങിയാൽ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ഹോസ്റ്റൽ അധികം പേരില്ല, 18 പിള്ളേരേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഒത്തിരി പാവപ്പെട്ട പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ ഹാൻഡ് ടു മൗത്ത് ഒക്കെ സ്കൂൾ പോകുന്നത്. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഓരോ മാസവും പ്രാർത്ഥിച്ചാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പൈസ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഒരു മിറാക്കിളാണ്. 10-ാം തീയതിക്ക് മുമ്പായി ശമ്പളം കൊടുക്കുമായിരുന്നു. ഈ പ്രാവശ്യം കൊടുത്തതിന് പക്ഷെ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ച 13-ാം തീയതി ഒക്കത്തുള്ളൂ. പൈസയുടെ ഷോർട്ടേജ് മൂലമാണ്. പക്ഷേ പൈസ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയാൻ കാര്യം, ദൈവം അത്ഭുതകരമായി നടത്തുന്നു. ഇവിടെ പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. എൻ്റെ സ്കൂളിന് സൈഡിൽ 2 അമ്പലം പണിതു ചേർത്ത് ഞങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടിയാണ്. വലിയ വിഷയങ്ങളുണ്ടായി. അത് ജോളി മെമ്മോറിയൽ സ്കൂൾ ധർമാന്തരം എന്നൊക്കെ പറഞ്ഞു TV എനിക്കത് യൂട്യൂബിൽ കിടപ്പുണ്ട് ഇപ്പോഴും. 2008 സംഭവമാണ്. അത് കേസായിരുന്നു, പിന്നീട് കേസ് തള്ളിപ്പോയി. അത് ഗവൺമെന്റ് എല്ലാവർക്കും അറിയാം. അവര് ആദ്യത്തെ അമ്പലം പണിത് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ അത് വളർത്തി, അത് കുറച്ച് ഷെഡൊക്കെ ഇട്ടു. ഞങ്ങൾക്ക് ശല്യമായി തുടങ്ങി. ഞങ്ങൾ അറിയാതെ പിന്നെ ഞായറാഴ്ച ചർച്ചിൽ പോയ സമയത്ത് മൂലയ്ക്ക് ഒന്നുകൂടെ പണിതു. ഞങ്ങൾ അതിന് മൂലയ്ക്ക് പുറത്താ, പക്ഷെ നമ്മളെ ചേർത്ത്. ഞാൻ ഒബ്ജക്ട് ചെയ്തൊക്കെ പോലീസിൽ കംപ്ലൈന്റ്, പോലീസും വന്ന് പണി തടഞ്ഞു. പക്ഷെ അവർ പിറ്റേ ദിവസം അവര് ആദ്യത്തെ അമ്പലത്തിന്റെ മൂർത്തിയെല്ലാം പൊട്ടിച്ച് വെച്ച് ഞാനാണ് പൊട്ടിച്ചെന്നും പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി. പോലീസും ഈവൻ SI സ്പെഷ്യൽ ആംഡ് ഫോഴ്സും ഒക്കെ ഇവിടെ വന്നു, വലിയ വിഷയം ഉണ്ടാക്കി. പിന്നെ SDM ഒക്കെ ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു ഞാനെല്ലാം പറ്റി നമുക്കെല്ലാം അറിയാം. എനിവേ, പക്ഷെ പറയാൻ കാര്യം പല വിഷയം. ഇപ്പോൾ ബൗണ്ടറി വാൾ പൊട്ടിച്ചു, കേസ് സ്റ്റേ ആണ്, അത് ഞാൻ സ്റ്റേ ചെയ്യിപ്പിച്ചു. അപ്പം അവര് ഞങ്ങളെ പല രീതിയിൽ ശല്യം ചെയ്യുന്നുണ്ട്. മതപരിവർത്തനം നടത്തുന്നൊക്കെ പറഞ്ഞ വിഷയങ്ങളുണ്ട്. പല പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ദൈവം ഇപ്പോഴും നടത്തുന്നു. കഴിഞ്ഞ കുംഭമേള 2024 കുംഭമേളയിൽ 2004 കുംഭമേളയിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ചില വിശ്വാസത്തിൽ വന്ന് 2016 കുംഭമേളയിൽ, ഈ കുംഭമേള സമയത്തല്ല ഞങ്ങളിവിടെ ക്യാമ്പയിൻ ചെയ്യും. 36 ദിവസം ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ നിന്നും മറ്റു സഭകളിൽ നിന്നൊക്കെ വിശ്വാസികളും പാസ്റ്റേഴ്സ് വന്നിരുന്ന് പ്രാർത്ഥിക്കും. 36 ദിവസം 130 ശിഷ്ടം ആളുകൾ വന്നിരുന്നു. കഴിഞ്ഞ വർഷം 136 പേര് അവിടെ ഇരുന്നിട്ടുണ്ട്. ഒരാഴ്ച വന്ന് താമസിക്കും, പ്രവർത്തിക്കും, പോകും. ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പകുതി പേര് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, പകുതി പേര് ഇപ്പോൾ പ്രെയർ വാക്ക് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ നാളുകളായത് കുംഭമേളയ്ക്ക് മുമ്പേ ചെയ്യുമായിരുന്നു. 2016 കുംഭമേളയ്ക്ക് പല ദൈവദാസന്മാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളും ഇങ്ങനെ ക്യാമ്പസ്, ആർക്കും അറിയത്തില്ല പ്രാർത്ഥിക്കുന്ന കാര്യം. സ്കൂളിൽ താമസിക്കും, ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ദാറ്റ് വാസ് എ ബിഗ് ഫ്ലോപ്പ്. ഭയങ്കര കൊടുങ്കാറ്റും മഴയും പെയ്തു. അവിടെ എല്ലാം ഈ ടെമ്പററി ക്യാമ്പ്, ഇത് ഈ ടെന്റിനകത്തെല്ലാം അഴുക്ക് കയറി. ടെമ്പററി ടോയ്ലറ്റ് ഉണ്ടാക്കി. ആ ടോയ്ലറ്റിലെ മലമെല്ലാം പുറത്ത് വന്ന് ക്യാമ്പിനകത്തെല്ലാം കയറി. ആർക്കും താമസിക്കാൻ വയ്യതായിപ്പോയി. ഇത് കുറെ കിലോമീറ്റർ കണക്ക് ഏരിയയിലാണ് ഈ ടെന്റ്. അവിടെ എല്ലാം വൃത്തികേടായി. 50,000 പേര് വരുമെന്നില്ല, 5,000 കോടി വരുമെന്ന് പറഞ്ഞത്. സോറി, 5,000 കോടി ആളുകൾ വരുമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ അതുപോലെ ഗവൺമെന്റ് പൈസ മുടക്കി ചെയ്യുക. ഇപ്പോഴും 2028 കുംഭമേളയ്ക്ക് വേണ്ടി വലിയ പ്ലാൻസ് ഗവൺമെന്റ് ചെയ്യുന്നത്. പുതിയ ഫ്ലൈ ഓവേഴ്സ് പണിയുന്നു, റോഡുകൾ പണിയുന്നു, ഒത്തിരി കാര്യങ്ങൾ എല്ലാ കുംഭമേളയിലും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എല്ലാ ഈ ഉജ്ജയിൻ ടു ഭോപ്പാൽ, ഉജ്ജയിൻ ടു ദേവാസ്, ഉജ്ജയിൻ ടു ഇൻഡോർ, ഇതെല്ലാം റോഡ് 4 ലൈൻ ആയിരുന്നു, ഇപ്പൊ 6 ലൈൻ ആക്കുക. ഫ്ലൈ ഓവർ, ഇൻഡോറിൽ നിന്ന് ഉജ്ജയിനിലേക്ക് മെട്രോ വരുന്നു. പല പരിപാടികൾ ഗവൺമെന്റ് കോടികൾ ചെലവാക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, 2 വർഷം മുമ്പ് നവംബറിൽ മോദിജി വന്നിരുന്നു. വന്ന് മഹാകാൽ കോറിഡോർ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഇവിടെ തീർത്ഥാടകരുടെ ഏറ്റവും കാരണം പിന്നെയും കൂടി. ഉജ്ജയിൻ ദർശനത്തിന് വേണ്ടി ഇപ്പോൾ ആവറേജ് 80,000 to 90,000 ആളുകൾ ഉജ്ജയിന് വരുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ലക്ഷങ്ങളാണ് വരുന്നത്. അധികവും ട്രെയിൻ ഇവിടെ ഒന്ന് കാലിയാകും. അനേക ദർശനാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും പറയട്ടെ, നിങ്ങൾ ഉജ്ജയിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഉജ്ജയിനിൽ ഇതൊരു പവർ സെന്ററാണ്. ഉജ്ജയിനിൽ ദൈവപ്രവൃത്തി ഉണ്ടായാൽ ഇൻഡോറില്, ഭോപ്പാലില്, ഈ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ ആ പ്രവൃത്തി ഉണ്ടാകും.
പറയാൻ കാരണം 12 ജ്യോതിർലിംഗത്തിൽ ലിംഗം എവിടെയാ ഉള്ളത്. പിന്നെ ഒത്തിരി ഹിന്ദുക്കളുടെ പല പല രീതിയിൽ ഉള്ള പൂജകൾ നടക്കുന്ന സ്ഥലമാണ്. മഹാകാൽ മന്ത്രമുണ്ട്, കാൽ ഭൈരവിന്റെ മന്ത്രമുണ്ട്. കാൽ ഭൈരവിന് അർപ്പിക്കുന്നത് മദ്യമാണ്. കാൽ ഭൈരവിന്റെ വാഹനം നായ, പട്ടിയാണ്. ഇവിടെ ഇതിന്റെ എല്ലാ അമ്പലങ്ങൾ പറയുന്നത് ഈ സിറ്റിക്കകത്ത് തന്നെ 6000-ൽ പരം അമ്പലങ്ങളുണ്ട് എന്ന് പറയുന്നു. പുതിയ അമ്പലങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ദൈവമക്കളെ നിങ്ങളോട് ഞാൻ പ്രാർത്ഥന ചോദിക്കുകയാണ്. ദൈവം ഈ ദേശത്ത് വലിയ പ്രവൃത്തി ചെയ്യണം. ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞ 5 ഡിവിഷൻസ് ഉണ്ട്. പിന്നെ ബേർഷേബ ചർച്ചിന്റെ പല ഡിവിഷൻസും ഞാൻ പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുക, വചനം പഠിപ്പിക്കുക. അതാണ് എൻ്റെ മെയിൻ ഫോക്കസ്. അപ്പോൾ തന്നെ ഉജ്ജയിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നു വരും ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകും. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. എതിർപ്പുണ്ട്, വലിയ പ്രശ്നങ്ങൾ, പല കേസസ് ഉണ്ട്. എനിക്ക് പറയുവാൻ ഒത്തിരി പ്രോബ്ലംസ്, ഞാനത് തുറന്ന് പറയുന്നില്ല. ഞങ്ങളുടെ മക്സിയിലെ പ്രവർത്തകനെ പിടിച്ചുകൊണ്ട് പോയി കൊല്ലാൻ കൊണ്ടുപോയതാ. പക്ഷെ എവിടെ നിന്നൊക്കെയോ ഫോൺ വന്നപ്പോൾ പേടിച്ച് പോലീസ് സ്റ്റേഷനിലാക്കി, കേസായി. ഖണ്ഡ്വായിൽ ഇപ്പോൾ ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ പ്രശ്നമായി. പല പ്രോബ്ലംസ് ഉണ്ട്, കേസസ് ഉണ്ട്. അത് ഞാൻ അധികം പറയുന്നില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഉറങ്ങുമായിരുന്നു. BJP ഭരിക്കാൻ വന്നപ്പോൾ അവർ ഉണർത്തി. ഒരാള് ഡോക്ടർ ബാബു കെ വർഗീസ് പറഞ്ഞത് BJPയുടെ ഫുൾ ഫോം ഭാരത് ജീസസ് പാർട്ടി. ഇത് പറയാൻ കാര്യം, ദൈവം വലിയ പ്രവൃത്തി ഈ ദിവസങ്ങൾ ഈ ദേശത്ത് ചെയ്യും. എനിക്ക് വിശ്വാസമുണ്ട്. വടക്കേ ഇന്ത്യയിൽ വലിയ ഉണർവ് ദൈവം നടത്തും. എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവരുന്നു, FCRA ക്യാൻസൽ ചെയ്യുന്നു, ചർച്ചസ് തകർക്കുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയില്, വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ദൈവസഭകൾ വളർന്നു, ദൈവമക്കളുടെ എണ്ണം കൂടി. ഇത് ദൈവപ്രവൃത്തിയാണ്. കഴിഞ്ഞ 92 മുതലുള്ള വാക്കാണ് ഞാൻ ഇവിടുത്തെ പറഞ്ഞത്. ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ 92 മുതലുള്ള വാക്ക് ഇപ്പോൾ നോക്കുമ്പോൾ 34 വർഷം അല്ലെങ്കിൽ 35 വർഷം അല്ലെങ്കിൽ 35 വർഷം മാക്സിമം. അതുകൊണ്ട് 200-ൽ പരം സഭകൾ, ഞാൻ പറയട്ടെ, IET ബേർഷേബ ചർച്ചിൽ മാത്രം, പാസ്റ്റേഴ്സ് ബേർഷേബ ചർച്ചിൽ മാത്രമുണ്ട്. ചില പാസ്റ്റേഴ്സ് 2-3 സഭകൾ നടത്തുന്നുണ്ട് ചിലത്തൊക്കെ ഗ്രാമങ്ങളിൽ. പക്ഷേ വേറെയും സഭക്കാരുണ്ട്, അവിടെയൊക്കെ വർക്കുണ്ട് ഇവിടെ. അപ്പൊ വടക്കേ ഇന്ത്യയിൽ മൊത്തമായി പറയുമ്പോൾ നല്ല വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ എതിർപ്പുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വളരെയധികം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇനി വരുന്ന സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എതിർപ്പുകളെ ഓർത്താൽ ഇവിടെ നിൽക്കാനൊക്കത്തില്ല. പക്ഷേ ഇത് ഞാൻ പലപ്പോഴും ചിന്തിക്കും, നല്ല തിരക്കുള്ള ഒരു റോഡില് ചിലപ്പോഴൊക്കെ ഇവിടെ ഉജ്ജയിലെ ഓൾഡ് സിറ്റി പോയി കഴിഞ്ഞാൽ ഭയങ്കര, നമുക്ക് കാല് കുത്താൻ പറ്റും, അതുപോലെ ആളുകളാണ്. ഈ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ സ്കൂട്ടറെ പോകുമ്പോൾ അങ്ങനെ ഇരിക്കും, PP അടിച്ചടിച്ചേച്ച് ഇവിടെ സൈഡ് കയറ്റി പോകും. അതുപോലെയുള്ള സുവിശേഷ വേല ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ നോക്കുമ്പോഴോ എങ്ങനെ പോകാൻ നോക്കും, പക്ഷെ സുഖമായിട്ട് നോക്കും. സ്വല്പം ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ആ വിളിയുണ്ടെങ്കിൽ, ആ ദർശനമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുവാൻ സാധിക്കും. എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ സിബ്ലിങ്സ് എല്ലാവരും വിദേശത്താണ്. എനിക്ക് പോകാമായിരുന്നു. എൻ്റെ ഭാര്യയുടെ എല്ലാവരും, പിതാവും അതെല്ലാം വർഷങ്ങളായി കാനഡയിലാണ്. ഞങ്ങൾക്ക് പോകാമായിരുന്നു. പക്ഷേ ഒരു ദർശനം ദൈവം വടക്കേ ഇന്ത്യക്ക് വേണ്ടി തന്നതുകൊണ്ട് ഞങ്ങളിപ്പോഴും ഇവിടെയാണ്. എൻ്റെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് അമേരിക്കയിൽ ഞാൻ ഓർക്കും, പഠിക്കാൻ വേണ്ടി പോലും എനിക്ക് പോകാനൊക്കുമായിരുന്നു. പക്ഷെ ദൈവം അനുവദിച്ചില്ല. ആഗ്രഹിച്ചു, എനിക്കറിയാം, അതിന് സമയം കിട്ടിയില്ല. ഇവിടെ നല്ല വർക്കാണ്, നമുക്ക് സമയമില്ല. ഞാൻ ഇന്നലെയാണ് തിരിച്ചു വന്നത്. ഞായറാഴ്ച രാവിലെ റത്ലാമിൽ പോയി, അത് കഴിഞ്ഞ് ജാബുവ 2 ദിവസത്തെ പാസ്റ്റേഴ്സ് മീറ്റിംഗ്, പിന്നെ 3 ദിവസത്തെ മീറ്റിംഗ് 2 ദിവസം കൊണ്ട് തീർത്തു. പിന്നെ കഴിഞ്ഞ 2 ദിവസം, ഇന്നലെയും മിനിഞ്ഞാന്നും അതിനും ഞാൻ ഇൻഡോറിലായിരുന്നു പാസ്റ്റേഴ്സ് മീറ്റിംഗ്. ഞാൻ പറയാൻ കാര്യം, നല്ലവണ്ണം വർക്ക് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. പക്ഷെ മെയിൻലി എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്, സ്ട്രോങ് ലോക്കൽ ചർച്ച്. ആളുകൾ വരുന്നവരെ ഉറപ്പിക്കുക, വചനത്തെ ഉറപ്പിക്കുക, വേദപുസ്തകം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാനും
ഉറപ്പിക്കുവാനുള്ള ഒരു ശുശ്രൂഷയാണ്. ഞാൻ നിങ്ങളോട് ഉജ്ജയിനെ വേലി ഓർത്തുകൊണ്ട് ഈ ഭാഗത്തെ വടക്കേന്ത്യയിൽ വേലി ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ഈ സമയം എൻ്റെ ഭാര്യ ബ്ലസ്സി എന്നെക്കാളും ആക്റ്റീവായി പ്രവർത്തിക്കുന്ന സഹോദരിയാണ്. എൻ്റെ മക്കൾ 3 മക്കൾ ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ മൂത്ത മകൾ മെഡിക്കൽ ഡോക്ടറാണ്, ഭർത്താവും മെഡിക്കൽ ഡോക്ടറാണ്, 2 മക്കളുണ്ട്. അവരിപ്പോൾ PGക്ക് ഇൻഡോറിൽ MD പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ മകൻ അമേരിക്കയിലെ BPT ഫിസിയോതെറാപ്പി കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്യാൻ US പോയി. ഇപ്പോൾ അവിടെ ഡാളസ് ബാപ്റ്റിസ്റ്റ് സെമിനാരിയിൽ പഠിച്ച് ഇപ്പോൾ അവൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ മകൾ പ്രിസില്ല, അവൾ MSc ക്ലിനിക്കൽ സൈക്കോളജി ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുകയും സുവിശേഷ വേലയിൽ ഇത് 3 പേരും സുവിശേഷ വേലയിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ട്. പെൺമക്കളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു, മകൻ യൂത്ത് മിനിസ്ട്രി ചെയ്യുന്നു, വർഷിപ്പ് ലീഡ് ചെയ്യുകയും എൻ്റെ മോൾ മെഡിസിൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഹിന്ദിക്കാരുടെ വർക്ക് തുടങ്ങുകയും ചെയ്തായിരുന്നു. മരുമകനും നല്ല പ്രസംഗകനാണ്. മരുമകൻ ഹിന്ദി നന്നായി പ്രസംഗിക്കും. ഇപ്പോൾ ആദ്യം കേരളം വിട്ടു പോകാൻ ഇഷ്ടമല്ലായിരുന്നു. മലയാളത്തിൽ പ്രസംഗിക്കാൻ എൻ്റെ കൂടെ ഗ്രാമങ്ങളൊക്കെ പോയി മലയാളത്തിൽ പ്രസംഗിക്കും, ഞാൻ ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്യും. പിന്നെ പുള്ളി നല്ലോണം ഇപ്പം ഇൻഡോർ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ പാസ്റ്ററോടൊപ്പം പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്, പാസ്റ്റർ ഇല്ലാത്തപ്പോഴും പ്രസംഗിക്കാറുണ്ട്. വലിയ ചർച്ച, 3 സർവീസ് ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ പറയാൻ കാര്യം, ഞങ്ങളെ ദൈവം ഇത്രത്തോളം സഹായിച്ചു. ദൈവത്തിന്റെ കൃപയാണ്. പ്രശ്നങ്ങൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒന്നറിയാം, ആ വിളിയുള്ള പ്രശ്നങ്ങളെല്ലാം അങ്ങ് സബ്സൈഡ് ആയിക്കോളും. അതുകൊണ്ട് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ഒരു വാക്ക് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരനോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉജ്ജയിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ഈ അഭിമുഖത്തിന് തയ്യാറാകുന്ന മെയിൻ കാരണം 2028 കുംഭമേളയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പാവം പിടിച്ച മനുഷ്യര് ദൈവത്തെ അന്വേഷിച്ച് മോക്ഷം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ഇവിടെയുള്ള നദിയില്, ക്ഷിപ്ര നദിയില് മുങ്ങുകയാണെങ്കിൽ അവരുടെ എല്ലാ മോക്ഷവും, അവരുടെ എല്ലാ പാപവും ക്ഷമിച്ച് മോക്ഷം കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് വരുന്നത്. അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. യഥാർത്ഥ മോക്ഷം, യഥാർത്ഥ മുക്തി അത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കത്തുള്ളൂ എന്ന് അവരറിയട്ടെ. 2004 കുംഭമേള സമയത്ത് അന്ന് ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമാഭാരതി പറഞ്ഞു, ഒരൊറ്റ സുവിശേഷകൻ പോലും, സഞ്ചിയും ജുബായും ഇട്ട് വരുന്ന ഒറ്റ സുവിശേഷകൻ പോലും അവനെ കണ്ടാൽ എന്തും നിങ്ങൾ ചെയ്തോ, ബാക്കി ഞങ്ങളെ ഏറ്റു. ജാബുവായിലെ ഈ സായി റഹീത്ത് ക്രിസ്ത്യാനികൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് വലിയ താണ്ഡവം അവിടെ ചെയ്തു. ഒത്തിരി പേരെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ക്രിസ്ത്യാനികളുടെ പെട്രോൾ പമ്പ് കത്തിക്കുകയും വാഹനങ്ങൾ കത്തിക്കുകയൊക്കെ ചെയ്തു. വലിയ പ്രശ്നം ജാബുവായി ചെയ്തു. ഇന്ന് അവരിപ്പോൾ ഇല്ല, ഇടയ്ക്ക് തീർത്തും ഇല്ലാതെ പോയായിരുന്നു. പാർട്ടിയിൽ നിന്നും പോയി, മന്ത്രിസഭയിൽ നിന്നും പോയി. ഞാൻ വിശ്വസിക്കുന്നു ഈ 2028 കുംഭമേളയിൽ ദൈവം അത്ഭുതം ചെയ്യണം. യേശു ക്രിസ്തുവാണ് ദൈവം എന്നവരറിയട്ടെ. കഴിഞ്ഞ കുംഭമേളയ്ക്ക് വേണ്ടി അനേക ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചു. 2015 ഇവിടെ കുംഭമേളയ്ക്ക് മുമ്പായിട്ട് ഇവിടെ വെച്ച മീറ്റിംഗിൽ, കൺവെൻഷനിൽ പാസ്റ്റർ MA വർഗീസ് വന്നിരുന്നു. അദ്ദേഹം പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. നല്ല ആളുണ്ടായിരുന്നു. പിറ്റേ ദിവസം TV-ക്കാരും പത്രത്തിലൊക്കെ വലിയ വാർത്ത, ഇവിടെ അൽക്കാപ്പുലിയിൽ മതപരിവർത്തനം നടക്കുകയാണെന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളുണ്ടായി. പോലീസൊക്കെ വന്നു, വലിയ വിഷയമുണ്ടായി. അദ്ദേഹം പോയി. പക്ഷേ പിന്നെ പ്രോബ്ലം വന്നെങ്കിൽ ഞങ്ങൾ കൺവെൻഷൻ നടത്തി. ദൈവം സഹായിച്ച് ഞങ്ങൾ ചർച്ച് ബിൽഡിങ്ങിന് അപ്പുറത്തുള്ള പറമ്പിൽ നടത്തി. ഇപ്പൊ ഞങ്ങൾ ചർച്ച് ബിൽഡിങ്ങിനകത്ത് നടത്താനുള്ള ഷെഡൊക്കെ ചെയ്ത് തന്നു. ദൈവം സഹായിച്ച് എതിർപ്പുകൾ വന്നപ്പോഴെല്ലാം, പ്രശ്നങ്ങൾ വന്നപ്പോഴെല്ലാം ഞങ്ങൾക്ക് നല്ല സൗകര്യങ്ങൾ ദൈവം ചെയ്തു തന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം കുംഭമേളയില് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. അനേകർ രക്ഷിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണം. ഒരു വലിയ ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെയെന്ന്, പ്രവൃത്തി ദൈവത്തിൻ്റെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യാം. ഒരു വലിയ ദൈവപ്രവൃത്തി ഈ ഉജ്ജയിൽ നടക്കുകയാണെങ്കിൽ, ഒരു ബ്രേക്ക് ത്രൂ ഇവിടെ നടക്കുകയാണെങ്കിൽ, അത് മൊത്തം നോർത്ത് സെൻട്രൽ ഇന്ത്യയിൽ അത് ബാധിക്കും. ഇതാണ് എൻ്റെ കേന്ദ്രം. ഏത് നേതാക്കന്മാർ വന്നാലും ആദ്യം വരുന്ന ഉജ്ജയിനിലേക്കാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉജ്ജയിൻകാരനാണ്. അതിനു മുമ്പ് വരുന്ന മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയും ഇവിടെ വരുമായിരുന്നു.
ഒരാഴ്ചയില്ലെങ്കിൽ പിറ്റേ ആഴ്ച പക്ക വന്നിരിക്കും. അതുപോലെ നേതാക്കന്മാരെല്ലാം വന്ന് കയറുന്ന സെലിബ്രിറ്റീസ് വെളുപ്പിനെ 3 മണിക്ക് മുകേഷ് അംബാനിയും അതുപോലെയുള്ള ഫിലിം സ്റ്റാർസ് ഒക്കെ സെലിബ്രിറ്റീസും ഒക്കെ വെളുപ്പിനെ 3 മണിക്കുള്ള ഭസ്മാരതിക്ക് വരാറുണ്ട്. അവർ വന്നു പോയി കഴിഞ്ഞാൽ പത്രത്തിൽ വരുന്നത്. അവർ ഇന്ത്യയിൽ വന്നിട്ട് ചാർട്ടേഡ് കാരവലിൽ ചാർട്ടേഡ് പ്ലെയിൻ വന്നിട്ട് പോകും. അത് പറയാൻ കാര്യം, നിങ്ങൾ ഉജ്ജയിനെ ഓർത്ത് പറയാം. ഉജ്ജയിൻ ജയിക്കുകയാണെങ്കിൽ, ഉജ്ജയിൻ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണെങ്കിൽ വലിയ സംഭവങ്ങൾ നടക്കും ഉജ്ജയിന്. ഞാൻ അത് ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള നല്ല പിതാവേ, സ്വർഗീയ അപ്പച്ച, ഈ നല്ല സമയത്തിനായി ഞാൻ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾ നിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുകയാണ്. കേൾക്കുന്ന അനേകർക്ക് അനുഗ്രഹമാകുവാൻ ഇടയാകണമേ, അനേകർക്ക് പ്രചോദനമാകുവാൻ ഇടയാകണമേ. മാത്രമല്ല കർത്താവേ, ഉജ്ജയിനിലെ പ്രവൃത്തിക്ക് വേണ്ടി, ഉജ്ജയിനിലെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഭാഗഭാക്കാകുവാനും അവരെ ഇടയാക്കണമേ. പ്രാർത്ഥനയിലൂടെയും മറ്റും നീ ഇടയാക്കണം. കർത്താവ് സഹായിക്കണം. പ്രാർത്ഥനയുടനായി സ്തോത്രം, മഹത്വം നീ എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്നു, ദയവായി കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ റെനി ചാക്കോറുകൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച്, ദൈവപ്രവർത്തികളെ കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിന്റെ ദാസനെ കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാർക്ക്, മൂത്ത മകനായിട്ട് അരുണാചൽ പ്രദേശിൽ ജനിച്ച് വളർത്തപ്പെട്ട് കേരളത്തില് പഠനം പൂർത്തീകരിച്ച് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയോടുള്ള ബന്ധത്തില് ഉത്തരഭാരതത്തില്, പ്രത്യേകിച്ച് മധ്യപ്രദേശില് ഇൻഡോറിലെ ഉജ്ജയിനില് കർത്ത ശുശ്രൂഷയിലായിരിക്കുവാൻ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ വിവിധ മേഖലകൾ, വിവിധ ഇടങ്ങളിൽ ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവദാസന്റെ നല്ല അനുഭവങ്ങൾക്കായി, ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട സമയം വേർതിരിച്ച് വിലയേറിയ സാക്ഷ്യം പങ്കുവച്ചതിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി, സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കാൻ വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.